പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകള് കാതുകളിൽ വെച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തുറക്കപ്പെടട്ടെ എന്ന കൽപ്പനയാൽ ചെകിടന്റെ കാത് തുറന്നവനെ അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും എന്റെ ആത്മാവിന്റെ ചെവികളെ നീ തുറക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ സാക്ഷികളാകാൻ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ജീവിതത്തെ വിശ്വസ്തത പാലിക്കുവാൻ, ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തത പാലിക്കുവാൻ ദൈവത്തിന് കൂടെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഉടമ്പടി പങ്കാളിയായി എന്നെ മാറ്റുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ടേ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിച്ചിട്ട് റേഷൻ കടയുടെ അടുത്തുള്ള ഇപ്പോൾ പൊടിപ്പിക്കണ മില്ലിൽ കൊണ്ടുപോകും. അപ്പം മില്ല് തുറന്ന് കാണിക്കലേ മിക്കവാറും രാവിലെ ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോകണം. ഈ പൊടി കൊണ്ടുവന്ന് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ സ്കൂളിൽ പോകണം. ആ സ്കൂൾ ഇത്തിരി അകലെയാണ്. ഇപ്പം എല്ലാം ടെൻഷനിൽ ചെയ്യണതാണ്. ഈ ടെൻഷൻ കാലത്താണ് ഈ കർത്താവിൻ്റെ മലാഖയൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങിയത്. പ്രാർത്ഥിക്കാനല്ല തുടങ്ങിയത്, ജീവിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ മില്ലുകാരൻ തുറന്ന് കാണത്തില്ല. മില്ലുകാരൻ്റെ വീട് കുറേ അകലെ. അയാൾ അന്ന് നടന്നാൽ വരണം അവിടെ നിന്ന്. ഇന്നത്തെ പോലെ റോഡും കാര്യമല്ല, ഉള്ള നാട്ടുവഴി കൂടി നടന്നു വരണം. അതുവരെ നമ്മൾ കർത്താവിൻ്റെ മലാഖ തുറന്നുകൊണ്ടേയിരിക്കും. ഇയാൾ ആദ്യം വന്നിട്ട് 3 ലൈനും ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. ബോർഡിട്ട് നോക്കും. സ്വിച്ച് ബോർഡ്, ഈ മരത്തിൻ്റെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് അവിടെ. അമ്മ 3 ചുവപ്പ് ബൾബ് തെളിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ മഴയും കാറ്റുമൊക്കെ ആണെങ്കിൽ വല്ല ഓലമടലൊക്കെ വീണിട്ട് ഒരു പൈസൊക്കെ പോവും. അപ്പോൾ അയാൾ പറയും കറണ്ട് ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും കറണ്ട് ഉണ്ടല്ലോ ചേട്ടാ എന്ന് പറയും. അപ്പോൾ എനിക്കത് മനസ്സിലാകത്തില്ല. 3 ഫേസ് വേണം. പുള്ളി 3 ഫേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമല്ല. അതാണ് വിഷയം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കറണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞാൽ കറണ്ട് ഇല്ലെന്നാണ് പറയണത്. എന്താ വെച്ചാൽ പുള്ളി പറയണത് ഈ മോട്ടർ ഓടിക്കാൻ പറ്റിയ 3 ഫേസ് ഇല്ലെന്നാണ് പറയണത്. നമ്മൾ നോക്കുമ്പോൾ ഒരു ബൾബ് തെളിഞ്ഞ് കിടക്കുന്നുണ്ടാവുക, കറണ്ട് ഉണ്ടല്ലോ. അതാണ് വിഷയം. ഈ കമ്മ്യൂണിക്കേഷൻ്റെ അത് നമ്മുടെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ആ വിഷയത്തിൻ്റെ ആഴം അളക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛനിവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞു. അച്ഛൻ വലിയ നല്ല സാക്ഷ്യമാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞ് എനിക്ക് എൻ്റെ വിശ്വാസത്തിന് വലിയ ആഴമില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് ഈ മില്ലുകാരനാണ് ഓർത്തത്. മില്ലുകാരൻ പറഞ്ഞ പോലെയാണ് പറഞ്ഞത്, കറണ്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. അച്ഛൻ വിശ്വാസത്തിന് ആഴമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. എന്താണ്? അച്ഛന്മാരൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, പ്രവർത്തകരുടെ വിശ്വാസമാണത്. പ്രവർത്തകരുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമുക്കറിയാലേ, ഉടമ്പടിയിൽ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ വിശ്വാസം, പ്രാരംഭക്കാർക്ക് വിശ്വാസം ഉണ്ടാകും, ഇല്ലെന്നൊന്നും പറയത്തില്ല. വിശ്വാസം ഇല്ലാത്ത കാശ് കടം മേടിച്ച ആൾക്കാർ വരുമോ ഇവിടെ? വിശ്വാസം ഇല്ലാഞ്ഞാണ് വരണത്.
വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ തന്നെ അച്ഛൻ എപ്പോഴും പറയുന്ന വാക്കാണ് സിംഗിൾ ഫേസ് ഉണ്ട്, ത്രിപിൾ ഫേസ് ഉണ്ട്. ത്രിപിൾ ഫേസ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഭാഷ, കർത്താവിൻ്റെ കൂടെ ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലന്മാർ കണ്ടെത്തിയൊരു വിശ്വാസമുണ്ട്. അത് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ തിരിച്ച് നമ്മളിങ്ങനെ ത്രീ ഫേസിലേക്ക് പോകുമ്പോൾ ഈ വിശ്വാസത്തെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് അടിത്തറ ഉള്ളത് കാരണം പിന്നെയും പറയും. എന്താ കാര്യം? പുതിയ ആൾക്കാർ ഉടമ്പടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിഷയം. ഒരു ദിവസം 100-300 പേരൊക്കെ പുതിയ ആൾക്കാരാണ്. ആ പുതിയ ആൾക്കാരുള്ളത് കാരണം പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ആഴ്ചയിലും പുതുതായിട്ട് എൻറോൾ ചെയ്ത ആൾക്കാരുണ്ട് ഉടമ്പടിയിലേക്ക്. അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണത്, വിശ്വാസം കർത്താവിൻ്റെ കാലത്ത് വിശ്വാസത്തെ ഐഡൻറ്റിഫൈ ചെയ്തൊരു മാർഗമുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് വിശ്വാസമുണ്ട്. കർത്താവിൻ്റെ കാലത്ത് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും വിശദീകരണങ്ങളുള്ളതാണ് അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മൾ പറയണത് അപ്പോസ്റ്റൽസ് ക്രീഡ് എന്നാണ് പറയണത്, അല്ലാതെ ക്രിസ്ത്യൻ ക്രീഡ് എന്നല്ല പറയണത്. വിശ്വാസ പ്രമാണത്തിൽ എന്ത് എഴുതിയുടെ കുർബാന പുസ്തകം എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണമാണ്. അപ്പോസ്തലന്മാർ വിശ്വസിച്ചത് അതാണല്ലോ സഭയുടെ വിശ്വാസം. ജ്ഞാനസ്നാനപ്പെടുത്തി കൊടുക്കാൻ നേരത്ത് കൈക്കുഞ്ഞിനെ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ വൈദികൻ തിരികത്തിച്ച് കൊടുക്കും. തിരികത്തി കൊടുത്തത് എന്താണ്? ക്രിസ്തുവിൻ്റെ വിശ്വാസം നീ സ്വീകരിക്കുക. അപ്പം ഈ പ്രകാശത്തെ വിശ്വാസമായി കൈമാറുമ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലാണ് നിൻ്റെ കുഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്നത്. നീ പിശാചിനെ ഉപേക്ഷിക്കുന്നുവെന്ന് മാതാപിതാക്കന്മാരോട് ചോദിക്കും. അപ്പോൾ മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കുന്നുവെന്ന് മറുപടി പറയും. അപ്പോഴാണ് നമ്മൾ കുഞ്ഞിനെ വിശ്വാസത്തിലേക്ക് സഭ വിശ്വാസം കൈമാറി കൊടുക്കുന്നത്. ആണെങ്കിൽ കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കന്മാരാണ് ആ വിശ്വാസം ഏറ്റു പറയണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥ ഉണ്ടായി. ഞാനൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു വിദേശത്ത് ജോലിക്ക് പോയപ്പോൾ. അപ്പോൾ ആ മാതാപിതാക്കന്മാർ വന്ന് എന്നോട് പറഞ്ഞ്, അച്ഛാ എൻ്റെ മകൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ എന്നെ ജ്ഞാനസ്നാനപ്പെടുത്താമെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ മക്കളൊക്കെ ശരിക്കും വളർന്നിരിക്കുകയാണ്. എന്തിനാണ് വളർന്നതെന്ന് അറിയത്തില്ല. അവളെന്തോ ഇടക്കൊള്ളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അതാണിപ്പോൾ വിശ്വാസം ചോദ്യം ചെയ്യണത്. ഈ നീലക്കുറുക്കന്മാരുടെ എണ്ണം കൂടുതലാണല്ലോ. കുറേ കാലത്തേക്ക് 10-16 വയസ്സാകുമ്പോഴൊക്കെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഇവിടെ വന്ന് തലയിലൊക്കെ തുണിയിട്ടും പത്തിയോടെയൊക്കെ നിന്നിട്ട് ഇവളുടെ കണ്ണിൻ്റെ ദുരാശ പെരുക്കണ സമയത്ത് ഇവളെവിടെയെങ്കിലും പോയി വിശ്വാസത്തിൻ്റെ അപകടത്തിൽ പോയി ചാടും. വിശ്വാസം ഇല്ലാത്തവനോ നമ്മുടെ എതിരെ വിശ്വാസമുള്ളവനുമായിട്ട് കമ്പനി അടിക്കും. അതിനുശേഷം കർത്താവിന് തിരിച്ച് പണി കൊടുക്കാൻ നോക്കും. എന്താ കാര്യം? അത് പാപത്തിന് അകപ്പെട്ടവന് വെളിവുകേടിൻ്റെ പരമാവധി പറയും. ഞാൻ മാതാപിതാക്കന്മാർ പറയും, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ അവരോടല്ല പൊരുതണത്, അവൾ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയോടാണ് പൊരുതണത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 6:10 എഫേസ്യൻസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം ആരാധന. എഫേസോസ് 6:10. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. മനസ്സിലായില്ലേ? നിന്നോട് വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കുന്ന നിന്റെ മകളെന്ന് പറയുന്ന മാംസത്തിനും പിന്നെന്താണ് രക്തത്തിനും എതിരായിട്ടല്ല. അപ്പം അവളിലൂടെ സംസാരിക്കുന്ന ആരാണെന്ന് നോക്കിയേ?
പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും പൈശാചികൾക്കെതിരായിട്ടാണ് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ്. തിന്മയുടെ ദുരാത്മാവെന്ന് ഈ മകനോ വിശ്വാസത്തിനെതിരെ സംസാരിക്കുമ്പോൾ നീ ഉടനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് സംഭവം? ഇത് എൻ്റെ മകളും മകനൊന്നും അല്ല, ഇവൻ എവിടെയോ പോയി അന്ധകാര ശക്തിയുടെ ആധിപത്യത്തിന് അടിപ്പെട്ടിട്ടുണ്ട്. ഇവളോട് ഇനി യുദ്ധം ചെയ്യേണ്ടത് ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അല്ല, അവളോട് അങ്ങനെയല്ല മകളെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നീ കരഞ്ഞിട്ട് കണ്ണീരട്ടൊക്കെ ഇട്ടാണ് ചില തള്ളന്മാർ കൈകാര്യം ചെയ്യേണ്ടത്. ഒരിക്കലും ഈ പണ്ടാരങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കരയരുത്. മറിച്ച് കരയണമെന്ന് പറയുമ്പോൾ അത് വെറും മാനുഷികമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാള് വെറും ഐസ് കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് വെട്ടിയാൽ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാരുടെ മുമ്പിൽ കരയരുത്. എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എടുത്തേ എഫേസ്യസ് 6:13 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും മഹത്വം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ. ഒന്ന് പറഞ്ഞേ, സ്വർഗ്ഗപ്പെടുന്നേ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാൻ. തിന്മയുടെ ദിനങ്ങളല്ല പറഞ്ഞത്, അതന്നെ. അപ്പൊ തിന്മയുടെ ദിനത്തിൽ എന്ത് ചെയ്യണം? ചെറുത്തു നിൽക്കാൻ. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ഇനി അവനും പോയി കെട്ടുക, അകത്ത് മറിയുക, നിങ്ങളെ കൊണ്ടുവന്ന് എനിക്ക് 18 വയസ്സായെന്ന് കാർഡ് കാണിക്കുകയൊക്കെ ചെയ്യും. തിന്മയുടെ ദിനങ്ങളാണ് വരണത്. പിന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മകളല്ലേ, അവൾ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിന്മയുടെ ദിനത്തിൽ എന്താ ചെയ്യേണ്ടത്? തിന്മയുടെ സന്തതി ജനിപ്പിക്കാൻ പോവുകയാണ് ആ സംഭവം. തിന്മയുടെ ദിനത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തിന്മയുടെ ദിനത്തെ ചെറുത്ത് നിൽക്കണം. വായിച്ചേ. എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിങ്ങൾ നിറവേറ്റണം. അത് മാനുഷികമായി ആത്മീയമാകാം. പക്ഷേ എപ്പോഴും നമ്മുടെ വിശ്വാസം അവിടെയാണ് വിഷയം. അടുത്ത വായിച്ചോ. നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതായത് അത് അപ്പോഴും വിശ്വാസത്തെ പിടിച്ചു നിൽക്കണമെന്നാണ്. പിടിവിട്ട് കളയരുത്. ഇവരിങ്ങനെ ഓരോരോ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം കുറവുള്ള അമ്മമാരുടെ മേത്ത് മേക്കിട്ട് കയറിക്കൊണ്ട് നിങ്ങളുടെ വിശ്വാസം പിടിവിട്ട് കളയും. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. എങ്ങനെയാണ് ഉറച്ചു നിൽക്കുന്നത്? ദൈവത്തോടുള്ള എല്ലാ കർത്തവ്യങ്ങളും. അല്ല, അവിടെ പ്രസവം എടുക്കാനല്ല പറയണത്. ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം. മക്കൾക്ക് നിങ്ങളോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ന്യാസാനപ്പെടുത്തിയപ്പോഴേ നിങ്ങളോടാണ് ചോദിച്ചത് സഭ. എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ അവർ പറയും, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് വിശ്വാസം തരാൻ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങളെ ന്യാസാനപ്പെടുത്താൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞിട്ടാണോ നീ കരപ്പം വന്ന് കിടന്നപ്പോൾ നിന്നെ ചികിത്സിച്ചത്? ഉറപ്പല്ലേ അത്? നീ ആശുപത്രി കിടന്ന് ചാകാൻ പോയപ്പോൾ നിന്നോട് ചോദിച്ചിട്ടാണ് നിനക്ക് ഇഞ്ചക്ഷൻ എടുത്തത്? ആർക്കാ ചോദിക്കാൻ പറ്റാത്ത ഇത്? ചോദിക്കണം. അത് നിന്നോട് നിൻ്റെ 10ാം ക്ലാസ് വരെയുള്ള നിനക്ക് 15 വയസ്സുള്ള ഒരു കാര്യവും നിന്നെ പഠിപ്പിച്ചതും നിന്നെ ഇന്ന സ്കൂളിലാക്കിയതും നിന്നെ പഠിപ്പിച്ചതും നിനക്ക് ഭക്ഷണം തന്നതും നിനക്ക് നീ ചാകാൻ പോയപ്പോൾ നിനക്ക് മരുന്ന് വാങ്ങിച്ചു തന്നതും നിന്നോട് ചോദിച്ചിട്ടല്ല. അത് ഞങ്ങൾക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്വം നിറവേറ്റിയതാണ്. ആ ഉത്തരവാദിത്വം ദൈവത്തോട് നിന്നോടല്ല എന്നും ഞങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കണം. അതുകൊണ്ട് ഞങ്ങളാണ് പറഞ്ഞത്, ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ കർത്താവിൻ്റെ വിശ്വാസം വളർത്താമെന്ന് ഞങ്ങൾ ദൈവത്തോട് ചെയ്ത ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിറവേറ്റിയിരിക്കുന്നത്. അതിന് ഞാനും ദൈവവും കടപ്പാട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആയുധങ്ങൾ ധരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ കാഴ്ചയില്ല. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ സന്തോഷത്തോടെ
ആരാധിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ അവകാശമോഹനമാകുന്ന വിശ്വാസത്തിന്റെ തലമുറയെ നീ ആർത്തുല്ലസിക്കുവിൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വിശ്വാസത്തെ കുറിച്ചാണ് സംസാരിച്ചല്ലേ. നമ്മളല്ല, നമ്മളുടെ കൂടെ കർത്താവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെപ്പോഴും ഓർക്കണം. ഉടമ്പടി ധ്യാനം ലോകത്തിന് പുതിയ ഒരു ആധ്യാത്മിക അധ്യായമാണ് കർത്താവ് എഴുതി ചേർത്തിരിക്കുന്നത്. ഈ ആധ്യാത്മിക അധ്യായത്തിലൂടെ വിശ്വാസികൾ മാത്രമല്ല വിശ്വാസികൾ ആഴപ്പെടുകയും അവിശ്വാസികൾ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്ന വലിയ സുന്ദരമായ ഒരു സ്വർഗീയ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞത് എനിക്ക് വിശ്വാസത്തിന് ആഴമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസുകളിൽ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ വിശ്വാസത്തിലേക്ക് നമുക്ക് വിശ്വാസം അറിയാമല്ലോ. വിശ്വാസം ഒരു വളർച്ചയാണ്. അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു കോമൺ ഫെയ്ത്ത് എന്ന് പറയും. കോമൺ ഫെയ്ത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. പിന്നെ എന്താണ് ഗ്രേറ്റ് ഫെയ്ത്ത്? അതെന്താണ് വലിയ വിശ്വാസം. കോമൺ ഫെയ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ് ഫെയ്ത്ത് ഉണ്ട്. അതിലാണ് ഈശോ ഉപയോഗിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ ഓരോ നിലവാരങ്ങളാണ്. നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ വിശ്വാസത്തിൻ്റെ സ്റ്റേജുകളില്ലേ. അല്പവിശ്വാസി, സംശയിച്ചത് എന്തിന്, അല്ലേ? അതാണ് കോമൺ ഫെയ്ത്ത് എന്ന് അച്ഛൻ വിളിക്കുന്നത്. ആ വാക്കെടുത്ത മോനെ, അല്പവിശ്വാസി, സംശയിച്ചത് എന്തിന്. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? മുങ്ങി ആദ്യം വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ്. ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ല ഈ പത്രോസ് പറഞ്ഞത് കർത്താവിനെ കടലിൽ കണ്ടുമുട്ടുന്ന കാലമാണിത്. കർത്താവിന് നമുക്ക് കരയ്ക്കും കണ്ടുമുട്ടാം, കടലിലും കണ്ടുമുട്ടാം. ഇപ്പം കടലിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ക്ലേശങ്ങളിലും കണ്ടുമുട്ടാം. ക്ലേശകാലമല്ലാത്ത സമയത്തും കർത്താവിനെ കണ്ടുമുട്ടാം. ക്ലേശങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് കടലിൽ കർത്താവിനെ കണ്ടുമുട്ടിയ പത്രോസിൻ്റെ ആ ഒരു സ്റ്റേജ്. അപ്പോൾ കടലിൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ നടുക്ക് തിരകളുണ്ട്, തിരക്ക് താഴെ ആഴങ്ങളുണ്ട്. എങ്കിലും ഭയങ്കരമായൊരു മോഹം നമ്മളിലുണ്ടാവും. എന്താണ്? കർത്താവേ, തിരമാലകൾക്ക് മീതെ നിൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും തോന്നിയില്ലല്ലോ അത്. എൻ്റെ വിശ്വാസം ആഴപ്പെടണമെന്ന് എല്ലാവർക്കും തോന്നിയില്ല. അവിടെ യോഹന്നാനുണ്ട്, അന്ത്രയോസൊക്കെ ഉണ്ട്, കുറേ കക്ഷികളുണ്ട്. പക്ഷേ ഈ ഒരു പരീക്ഷണത്തിന് മുതിർന്നത് ആരാണ്? പത്രോസാണ്. ഈ പത്രോസിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഈ പരീക്ഷണത്തിലുള്ള ഒരു എന്താണ് ഒരു ത്രൈവ് ആന്തരികമായ ഒരു ത്വര നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. കർത്താവിനെ കാണുമ്പോൾ അത് കർത്താവല്ലേ, കർത്താവിനതൊക്കെ സാധിക്കും എന്നല്ലേ ആൾക്കാർ പറയണത്. ഞാൻ കർത്താവിലല്ല, അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവിനത് സാധിക്കുമെങ്കിൽ കർത്താവ് വിചാരിച്ചാൽ എനിക്കും അത് സാധിക്കും. അതാണ് പത്രോസിൻ്റെ ഒരു സുവിശേഷം. പത്രോസിന് എങ്ങനെയാണ് കറങ്ങിത്തിരിഞ്ഞ് ഈ മനുഷ്യനെ താക്കോല് വന്നതെന്ന് നിങ്ങൾ അറിയണം. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന അപ്പോസ്തലന്മാരിൽ
ഏറ്റവും 90% ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഈ പത്രോസ്. പിന്നെയുള്ള അപ്പോസ്തലന്മാരൊക്കെ ഞാൻ ഫോളോ ചെയ്യണത് 40 പോയിന്റിലാണ്. അത്രയും വ്യത്യാസമുണ്ട്. പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. ഈ മനുഷ്യൻ ലോകത്തിന് നൽകിയിരിക്കുന്ന സെൻറ്റ് പോളൊക്കെ പിന്നെ ഇടിച്ചു കയറി അപ്പോസ്തല സ്ഥാനം, ഞാനതിനെക്കുറിച്ചൊന്നും പറയണില്ല. കാര്യം പിന്നെ അവർ ഇടിച്ചു കയറി വന്ന ആൾക്കാരല്ലേ, ഇടക്ക് കയറി വന്ന. പക്ഷെ അതൊക്കെ അവർക്കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ അപ്പോസ്തലികമായ വെളിപാട്, തനി വെളിപാടുകൾ ഈശോ നേരിട്ട് നൽകുന്നതും ഈശോയുടെ കളരിയിൽ ചേർന്ന് പഠിക്കുന്നതും, ഈശോയുടെ കളരിയിൽ ചേർന്ന് പഠിക്കുക മാത്രമല്ല, പരീക്ഷണാർത്ഥം പഠിക്കുന്ന ഒരാളാണ് ഈ പത്രോസ്. ഈശോയുടെ കളരി വെറുതെ പഠിച്ചതല്ല, തിയറി പഠിച്ചതല്ല, മറിച്ച് പരീക്ഷണാർത്ഥം പഠിച്ച ആളാണ് എല്ലാ കാലാവസ്ഥകളിലും. അങ്ങനെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് എഴുതിയിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചില പ്രാക്ടിക്കൽ ടെസ്റ്റിൽ തോറ്റുപോയ ആൾക്കാരാണ് ഈ യോഹന്നാനും യാക്കോവും. പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തിയായിരുന്നു അവരുമായിട്ട്, പക്ഷേ അണ്ണന്മാർ തോറ്റുപോയി. അണ്ണന്മാരെ അവരെ പറഞ്ഞ് രണ്ടുപേരെ വിട്ടില്ലേ, അത് പ്രാക്ടിക്കൽ ടെസ്റ്റായിരുന്നു. അവർക്ക് മനസ്സിലായില്ല. നിങ്ങൾ സമറിയയിലേക്ക് പോകണം, എന്നിട്ട് എനിക്ക് നമുക്ക് രാത്രി താമസിക്കാനുള്ള ഇടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ ടെസ്റ്റായിരുന്നു ഇവർക്ക് കൊടുത്താൽ. ഇവരവിടെ ചെന്നപ്പോൾ തന്നെ സമരക്കാർ നല്ല ഫസ്റ്റ് പാർട്ടിയല്ലേ, ഇവരുമായിട്ട് കൊണ്ട ഉടക്കിയിരിക്കുന്ന ആൾക്കാരാണ്. നബൂഖദ്നേസറിൻ്റെ കാലത്ത് ഇവിടുന്ന് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി, യഹൂദന്മാരെ, വക്കീലന്മാരെ, എഞ്ചിനീയർമാരെ, ഡോക്ടർമാരൊക്കെ പിടിച്ചുകൊണ്ട് പോയി യുദ്ധത്തിൽ. എന്നിട്ട് അതിന് പകരം കൊണ്ടുവന്ന് ഫാർമേഴ്സിനെ അവിടെ താമസിപ്പിച്ച്, അവിടുത്തെ വിജാതീയരുടെ അവരുടെ സങ്കരവർഗമാണ് ഇത് ഈ സമറിയയിലുള്ളത്. അപ്പോൾ ഇവർക്ക് പലദൈവ വിശ്വാസം ഉള്ളതായതുകൊണ്ട് ഈ യഹൂദന്മാരുമായിട്ട് ഇവന്മാർ തമ്മിൽ കണ്ട അടിക്കണ വിശ്വാസമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. ഈ പാർട്ടിയുടെ സ്ഥലത്തേക്കാണ് ഇവരെ സന്ധ്യയ്ക്ക് പറഞ്ഞു വിടണത്. നിങ്ങൾ പോയി എനിക്ക് ഇവരുടെ ഈ ശത്രുപാളയത്തിൽ രാത്രിത്തെ ഉറക്കത്തിനുള്ള ക്രമീകരണം നമുക്ക് ചെയ്യണമെന്ന്. അത് പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. ശത്രുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിടുകയാണത്. അപ്പോൾ അവരെ ചെന്നപ്പോൾ തന്നെ ഇവർ പാട്ടും പാടി മധ്യസ്ഥ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ പ്രാർത്ഥിക്കാതെ അവരെ കൊണ്ട് ആ സമരക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. നമ്മൾ പോണത് മോശം സ്ഥലത്തേക്കാണ്, നമ്മളൊന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇവരൊന്ന് കൈ നീട്ടി പ്രാർത്ഥിച്ചിരുത്. ഇവർ പാട്ടും പാടി കഥയും പറഞ്ഞ് പോയതാണ് കുഴപ്പമായത്. നിങ്ങൾ ഒരു ശത്രുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ സ്വയം ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ നിങ്ങൾ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ഒരു പ്രശ്നവുമില്ല, നല്ല സ്വച്ഛവും സമാധാനമായ അന്തരീക്ഷമാണ് എൻ്റെ ജീവിതത്തിലെങ്കിലും. ഞാൻ ഒരു ദിവസം വരുമ്പോൾ ചില സമയത്ത് പ്രക്ഷുബ്ധമാണ്, പല സ്ഥലങ്ങളിൽ പല വിഷയങ്ങളും നിങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനും പുറത്തുള്ള എൻ്റെ ജോലിയും കൂടി ഞാൻ ഭയങ്കര ഫെഡപ്പാകും. അപ്പം നല്ല കോളിളക്കമുള്ള ദിവസങ്ങളുണ്ടാകും. അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വളരെ സമാധാന അന്തരീക്ഷത്തിൽ ഞാൻ എഴുന്നേറ്റ് വരും. അന്നൊരു പ്രശ്നവുമില്ല, ശാന്തമാണ്. എങ്കിലും ഞാൻ ഈ പോകുന്ന അത് ഞാൻ എന്നിൽ നിന്ന് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് തരണത്. നിങ്ങൾ പോകുന്ന റൂട്ടുകൾ ഞാൻ രാവിലെ പ്രാർത്ഥിക്കണില്ലേ, നിങ്ങളുടെ രേഖകൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെ, പ്രമാണങ്ങൾ, പിന്നെ ഭൂമി തരം മാറ്റണത്, അതിർത്തി തർക്കങ്ങൾ, ചിലപ്പോൾ ആൾ വരെ ചാകണതാണ് ഈ അതിർത്തി തർക്കം. ഇന്ന് വരെയുള്ള അതിർത്തി തർക്കം നോക്കിക്കഴിഞ്ഞാൽ പലരും വെടിവെച്ചും വെട്ടിയും കുത്തിച്ച് ചാകണ സ്ഥലമാണ് അതിർത്തി എന്ന് പറയണത്. അതിർത്തി പോകുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഏത് സമയത്തും ദുരാത്മാവ് പ്രവർത്തിക്കാം. അതിർത്തിക്ക് തർക്കം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പിടി മണ്ണ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ദുരാത്മാവായിരിക്കും അപ്പുറത്ത് നിൽക്കണത്. അത് നിങ്ങളുടെ ചാച്ചൻ്റെ അനിയനാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, അവൻ ദുരാത്മാവാണ്. മനസ്സിലായില്ല? അത് മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഓരോരുത്തർ വെള്ളം ചേർത്ത് കുടിക്കണ പോലെ അല്ല സംഭവം. മറിച്ച് ഇതിനെല്ലാം വിവേചിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് കുറച്ച് വാക്ക് ഉപയോഗിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കർത്താവ് കൂടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് വാക്ക് ഉപയോഗിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കർത്താവ് കൂടെ പ്രവർത്തിക്കണം. 3 നോട്ട് അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസിസ് പോയിന്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് 3 പോയിന്റ്. എന്താണ്?
കുറച്ച് വാക്ക് ഉപയോഗിക്കണം, കുറച്ച് വാക്ക് ഉപയോഗിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കർത്താവ് കൂടെ പ്രവർത്തിക്കണം. കർത്താവ് കൂടെ ഈ പ്രവർത്തിക്കണം. ഉടമ്പടി എടുക്കണേ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ അതിന് മറുപടിയുള്ളൂ. എന്താണ് ഉടമ്പടി എടുക്കണേ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ. അത്രയേ ഉള്ളൂ. അതെവിടെ നിന്നുള്ളതാണ് ഉടമ്പടി? അത് എപ്പോഴും ഞാൻ പറയണതാണത്. നിങ്ങളത് പുതിയ ആൾക്കാർ ഓർത്തിരിക്കാൻ പറയണം. എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം. എന്തിനാണ് പറയണത്? കർത്താവ്. നിങ്ങൾ ചാടിക്കയറി IELTS പാസ്സാകാനാണെന്ന് പറയരുത്. നിങ്ങൾ ചാടിക്കയറി വസ്തു വിൽക്കാനാണ്, ജപ്തി മാറാനാണെന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടിയുടെ എത്ര ദൈവം അനുഗ്രഹിച്ചാലും നിങ്ങൾ അനുഗ്രഹത്തെ ജപ്തി നടപടിയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? കർത്താവ് എത്ര കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചാലും നിങ്ങളുടെ കയ്യിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെരുന്നാൾ വന്ന്, മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാൾ വന്ന്, അപ്പോൾ എന്തൊക്കെ കുറേ സൗജന്യ റേഷൻ കൊടുത്തെന്നാണ് പറയണത്. എന്തോ സൗജന്യം കൊടുത്തെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ എന്താ ഇപ്പോൾ നിങ്ങളുടെ 10 കിലോ അരി എന്ന് പറയാം, ഓണത്തിനൊക്കെ 10 കിലോ അരി സൗജന്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞത് അവസാനമാണ്. റേഷൻ കട അടുത്തായതുകൊണ്ട് സൗജന്യത്തിന് 10 കിലോ അരി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2 കിലോ അരിയുടെ സഞ്ചിയെ നിങ്ങളുടെ കയ്യിലുള്ളു. അതെന്ത് ചെയ്യപ്പോൾ? മനസ്സിലായില്ലേ? 10 കിലോ അരി സൗജന്യമുണ്ട്. ഇന്ന് കൊണ്ട് തീരാൻ പോവുകയാണ്. നിങ്ങളവിടെ എത്തി. ഇനി വീട്ടിൽ പോകാനോ സഞ്ചി കിട്ടാനോ ഒരു പാത്രം കിട്ടാൻ മാർഗ്ഗമില്ല. നിങ്ങൾ ഇതിനെ തന്നേക്കാൻ പറഞ്ഞ് കൊടുത്താൽ 10 കിലോ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടണ എത്രയാണ്? 2 കിലോ. നീട്ടണ പാത്രം വെച്ചേ കിട്ടത്തുള്ളൂ. എത്ര അനുവദിച്ചാലും നമ്മുടെ കയ്യിൽ കിട്ടണത് നമ്മുടെ പാത്രം വെച്ചേ കിട്ടത്തുള്ളൂ. അത് എപ്പോഴും കൊണ്ട് ഇപ്പം നിങ്ങൾ ജപ്തി നടപടി എന്ന് പറഞ്ഞാൽ 20 പൗണ്ട് അല്ലെങ്കിൽ 20 ടൺ ഉടമ്പടി അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ജപ്തി നടപടിയുടെ ചിലപ്പോൾ 2 പൗണ്ടേ ഉണ്ടാകത്തുള്ളൂ. അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ 2 പൗണ്ട് ഇതിനെ പരിമിതപ്പെടുത്തുകയും. മനസ്സിലായല്ലേ? അതുകൊണ്ട് അച്ഛൻ നിങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരിക്കൽ നിയോഗം വെച്ച് കർത്താവിനെ നീട്ടം അളക്കരുത്. നിങ്ങളുടെ നിയോഗം വെച്ചിട്ട് കർത്താവിനെ അളക്കരുത്. അതാണ് ഈ ആൾക്കാർ പറയണത്. നമ്മൾ അതിനേക്കാൾ ഇരട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന് ഇരട്ടി കിട്ടിയ മാക്സിമം കിട്ടാവുന്ന എന്താണ്? കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നതാണ്. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് ചോദിക്കുമ്പോൾ എന്ത് പറയണം? എന്നെ ഇട്ടച്ചും പോയ ഭാര്യ തിരിച്ചു വരാനാണെന്ന് പറയരുത്. അതാണ് കുഴപ്പം. അവളെന്തോ പ്രശ്നം ഉണ്ടായ പിജാതിക്കാരി കൊച്ചിനെ കൊണ്ട് പോയതാണ്. അവളല്ല, അവളുടെ തള്ളനെ വരുത്താൻ നമുക്ക് പറ്റും. എന്താ കാര്യം? നമ്മുടെ കൈ കർത്താവിൻ്റെ ആയുധം ഉണ്ടെങ്കിൽ. കാര്യം ദുരാത്മാവാണ് ഇട്ടച്ചും പോയത്. തള്ളയുടെ സ്ക്രൂ കൊണ്ടാണ് പോയെങ്കിൽ അവൾക്ക് അവിടെ ഇരിക്കപ്പെടുത്തി ഉണ്ടാകത്തില്ല. നീ അവൾ വരാത്തതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, കർത്താവ് കൂടെ പ്രവർത്തിക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇവിടെ പല ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പറഞ്ഞ ഇതാണ്, അയ്യോ അയാളെ വിളിക്കലില്ല, ഫോൺ എടുത്ത് വെക്കും, മിസ് കോൾ ഉണ്ടാ, ഫോൺ എടുത്ത് മിസ് കോൾ ഉണ്ടാ. മനസ്സിലായി? ആൾക്കാർ വഴക്കിട്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിളിക്കത്തില്ല. നമ്മളിങ്ങനെ കൈ കൈ ശോഷിച്ച ആളുണ്ടല്ല, നമ്മൾ മൊബൈൽ എടുക്കത്തില്ല. ഞാൻ കുറഞ്ഞു പോകത്തില്ല, ഞാൻ എടുക്കത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, മിസ് കോൾ ഉണ്ടാ നോക്കൂ. അവർ വിളിക്കണമെന്നാണ് ഇവർ പറയണത്. എന്ത് പണ്ടാരാണ് നീ? അതായത് ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി റിവേഴ്സ് ഗിയറിലാണ് വർക്ക് ചെയ്യണത്. ഇത് പുറകോട്ട് പോകുമ്പോഴും മുമ്പോട്ട് തന്നെയാണ് പോണത്. ഇത് പുറകോട്ട് പോകും. ഇപ്പോൾ പുറകോട്ട് പോകുന്ന വിമാനം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വിമാനം കണ്ടുപിടിച്ചില്ല, അത് പുറകോട്ട് പോകും. ആകാശത്ത് തന്നെ നിന്നുകൊണ്ട് നേരെ പുറകോട്ട് പോകും. എന്നുവെച്ചാൽ ഒരു മിസൈൽ ഇങ്ങനെ വന്ന് പോയി കഴിഞ്ഞാൽ, മിസൈൽ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനം മുമ്പോട്ട് പോയാലേ കൊള്ളത്തുള്ളൂ, അതിന് പുറകോട്ട് പോകും. അപ്പോൾ പുറകോട്ട് പോകുന്നത് സംരക്ഷണമാണ്. ഇന്നത്തെ കാലത്ത് ശാസ്ത്രീയ കൊണ്ടുപോയിരിക്കുന്നത് നമ്മൾ പുറകോട്ട് എടുക്കുന്നതും ബാക്ക്വേർഡ് എടുക്കുന്നതും റിവേഴ്സ് എടുക്കുന്നതും സംരക്ഷണമാണ്. അതുകൊണ്ട് ചില സമയത്ത് നമ്മളൊന്ന് എളിമപ്പെട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ആരുടെ പേരിലായിരിക്കണം? ഒറ്റ ഉദ്ദേശത്തിലായിരിക്കണം. എങ്ങനെ ഉദ്ദേശം? ഇപ്പം ഞാൻ ചില കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും, എൻ്റെ ഞാൻ പറഞ്ഞു, എടി നീ പോകണം, നീയല്ലേ പോകുന്നത്. ഞാൻ പ്ലെയിനായിട്ട് സംസാരിക്കും, ഞാൻ ഉടമ്പടി ഭാഷയിലേ സംസാരിക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷയിൽ എന്താ സംസാരിക്കുന്നത്? ഇപ്പോൾ ഇവളാണ്, ഞാൻ പറഞ്ഞു, നീയല്ലേ അവിടെ നിന്ന് ഇട്ടച്ചും പോകുന്നത്, അവനെ ഇട്ടച്ചും പോകുന്നത്, അപ്പം നീ തന്നെ ചെല്ലണം. അല്ല, അപ്പോൾ അവളുടെ മനസ്സിരിക്കണത് എന്താണ്? എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം, എന്നിട്ട് ഞാൻ രാജ്ഞിയായിട്ട് ചെല്ലും. എന്നെ ഈ പണ്ടാരകളെ ഇറങ്ങി പോകുന്നതിന് ഇവളെ കെട്ടിയിട്ട് കൊണ്ട് ചെല്ലണത്. അവൾ എളിമപ്പെടാൻ അവൾ തയ്യാറല്ല. അല്ല, ഞാനങ്ങനെ ഒറ്റയ്ക്ക് ചെന്ന ചമ്മീൻ ആട്ട് വെച്ച അമ്മായിയമ്മയും നാത്തൂരും കൂടി എന്നെ ചവിട്ടിക്കൂട്ടു. എന്നപ്പോൾ ഇത് നേരത്തെ അറിയാൻ പറ്റില്ല ഞാൻ. അതാണ് പക്ഷേ ഇവൾ പറയണത്, ഞാൻ ഇറങ്ങിപ്പോന്ന്
ഇനി ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ ആ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇപ്പോൾ അവരെ ഗ്രൂപ്പ് കൂടിയിട്ട് ഇവർക്കെതിരെ പ്രതിരോധം തീർത്ത് കാണും. ഇവർക്ക് അറിയാമത് ഒരരിശം കൊണ്ട് ആറ്റിച്ചാടിയ പല അരിശം എടുത്താൽ പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് പെണ്ണുങ്ങളാണ് ഈ ഇമോഷണലായിട്ടുള്ള ഈ കറ്റാസ്ട്രഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ കാര്യം ഈ സംഭവത്തിൽ ഇമോഷനെ വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വികാരമേ വർക്ക് ചെയ്യത്തുള്ളൂ, ബുദ്ധി ഇപ്പം എല്ലാവർക്കും വർക്ക് ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഇന്ന് ശാസ്ത്രജ്ഞന്മാരില്ലല്ലോ, ഉണ്ടാ അവിടെ കുറച്ചേ ഉള്ളൂ, മേരിക്കുറി ആരണ്ടൊക്കെ ഉള്ളു, ശാസ്ത്രജ്ഞന്മാരില്ല. പിന്നെ കൊണ്ടുപോയിട്ടുള്ളവരെല്ലാം ഇവിടുന്ന് ആരാണ്ട് കൊണ്ടുപോയതാണ് അംബികേരാകാശത്തൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ കാരണം, നിങ്ങൾക്ക് ഇമോഷൻ വർക്ക് ചെയ്യാനാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കണത്. കാരണം നിങ്ങൾക്ക് ഇമോഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്തു ചെയ്യും? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. അതാണ് വിഷയം. നിങ്ങൾക്ക് ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നല്ലല്ല, സ്ത്രീകൾക്ക് അവിടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവർക്ക് വേണ്ട കെയർ, ഒരു മദറിൽ കെയർ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റേ കുഞ്ഞുങ്ങളെയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കണം. കാരണം കുറേ സ്വാർത്ഥതയും കൂടുതലാണ്, ഒരു സംശയമില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നിങ്ങൾക്ക് തന്ന കുഞ്ഞ് വളർന്നില്ല എന്നാണ് ദൈവം നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. നിൻ്റെ കുഞ്ഞ് എന്തേ? അത് പല കുഞ്ഞുങ്ങളുണ്ടായിരുന്ന കാരണം എല്ലാവർക്കും കൊടുത്തപ്പോൾ ഇങ്ങനെ പോയെന്നൊരു കാര്യമില്ല. നിൻ്റെ കുഞ്ഞിനെ വളർത്താൻ നീ പെറ്റിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്, ഇല്ലേ? അതിൻ്റെ സ്വാർത്ഥതയോ ഉണ്ട്, ഇത്തിരിയോ അതുണ്ടാകും. ഈ സ്വാർത്ഥത എടുത്ത് വേറെ മീൻ വെട്ടാനുള്ള കത്തി എടുത്ത് നാട്ടുകാരെ കുത്താൻ നമ്മളെ കുഴപ്പമുണ്ടാകണത്. നിങ്ങൾക്ക് സ്വാർത്ഥത വേണം, അമ്മമാർക്ക് സ്വാർത്ഥത വേണം. നമുക്ക് കത്തി വേണം വീട്ടിൽ, അത് മീൻ വെട്ടാനും പച്ചക്കറി അരിയാനുമാണ്. നാട്ടുകാരെ കുത്തുമ്പോൾ ചിലപ്പോൾ അകത്തു പോയെന്ന് വരും. നിങ്ങൾക്ക് സ്വാർത്ഥത ഉണ്ട്. ഈ സ്വാർത്ഥത എടുത്തിട്ട് മറ്റുള്ളവരുടെ മേക്കെട്ട് കയറാനും ആൾ കളിക്കാനും അധികാരം സ്ഥാപിക്കാനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ കർത്താവ് കൂടെ പ്രവർത്തിക്കത്തില്ല. വാട്ട് ഈസ് അവർ പോയിന്റ്? എന്തിനാണ് ഉടമ്പടി എടുക്കണത്? കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ. പ്രാർത്ഥിച്ച് കർത്താവ് ദൈവമേ, മർക്കോസ് 16:20 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് എന്റെ നിയോഗങ്ങളെക്കാൾ ഉപരി അങ്ങ് എന്റെ കൂടെ പ്രവർത്തിക്കാനാണ്. മർക്കോസ് 16:20 പോലെ കർത്താവ് എന്നോട് കൂടെ പ്രവർത്തിക്കാൻ, കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ എന്നെ പരുവപ്പെടുത്തി എടുക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ജീവിത രീതികൾ നിങ്ങൾ മൂലം ഉണ്ടാക്കിയിട്ടുള്ള, ഒത്തിരി ചിന്തിക്കണം, നിങ്ങൾ മൂലം ഉണ്ടാക്കിയിട്ടുള്ള കുടുംബ കലഹങ്ങളെ, കുടുംബ ഛിദ്രങ്ങൾ, അത് ഇനി സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ മൂലം ഉണ്ടാക്കിയിട്ടുള്ള കുടുംബ ഛിദ്രങ്ങൾ. ഇപ്പം ചില പെണ്ണുങ്ങളെ കെട്ടി വരുമ്പോൾ തന്നെ അപ്പനെയും അമ്മനെയും എല്ലാം പുറത്താക്കി ഒഴിവാക്കും. പിന്നെ ചിന്തിക്കണം മുഴുവനും ഇതിൻ്റെ അപ്പനെ എവിടുന്ന് മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ മാറി താമസിക്കാവുന്നതാണ്. ഒതുങ്ങത്തില്ല. മാറി താമസിച്ചാൽ ഞാൻ വരത്തോളം എന്ന് പറയും. ഇവർക്കാണെങ്കിൽ ഇട്ടച്ചും പോരാൻ പറ്റത്തില്ല. അപ്പനും അമ്മ ഇത്രയും നാൾ വളർത്തി അതുങ്ങൾ ഇപ്പോഴാണ് സമാധാനത്തിൽ ജീവിക്കാൻ പോണത്. ഇത്രയും നാൾ ഇത് ഈ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് സങ്കടവും വിഷമവും അനുഭവിച്ച് ഞെരുങ്ങി പട്ടിണി പിടിച്ച് കടം മേടിച്ച് മുടിഞ്ഞൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതുങ്ങളെ ഇട്ടച്ചും ഇപ്പം നീ ഇവരെ കെട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് അവന് അപ്പനെയും അമ്മനെ ഇട്ടച്ച് അവൻ വരാൻ പറഞ്ഞാൽ വരുവാ, നേരം വിളിക്കത്തില്ല. അപ്പോൾ വന്നില്ലേ വേണ്ട, എനിക്കറിയാൻ പോകേണ്ട വിധമെന്ന്. അധികം പോകത്തില്ല. എവിടെ പോകാനാ? വേണമെങ്കിൽ കോടതി പോയിട്ട് കള്ളക്കേസ് പറയാം, അവരെ സ്വത്തടിച്ച് മരം നോക്കാം. പിന്നെ നിങ്ങളിത് അനുഭവിക്കണ്ടേ? കള്ളക്കേസ് പറഞ്ഞ് കണ്ടവൻ്റെ സ്വത്ത് വിഴുങ്ങിയിട്ട് പിന്നെ അത് അനുഭവിക്കണ്ടേ? അന്നനാളം കീറിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അന്നനാളം കീറിപ്പോയാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ദൈവം ഉണ്ടാക്കി വെച്ച സാധനമല്ലേ. അപ്പോൾ കള്ളക്കേസ് പറയുമ്പോഴും കണ്ടവൻ്റെ സ്വത്ത് മോഹിക്കുമ്പോഴും അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം
ഉടമ്പടി വലിയ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? നിങ്ങൾ ഓർക്കണ്ട, പിശാചിൻ്റെ കൂടെ ദൈവം പ്രവർത്തിക്കുക. ദൈവത്തിനും മാമോനും തമ്മിൽ എന്ത് ബന്ധമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന 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 യേശുവേ മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ. അതേ കിടക്കണ ചട്ടിക്കാല്. എങ്ങനെയുണ്ട് പരിപാടി? പൊടിച്ചു മടങ്ങി വന്നാണ്ടില്ലേ? എൻ്റെ മക്കളെ, കർത്താവ് ഇങ്ങനെ ക്ഷമയാണ് കരുണയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കരുണക്കൊന്തയും ചൊല്ലി കരുണയുടെ ഇതൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചാലും അണ്ടിയോടെ അടയ്ക്കുമ്പോൾ മാങ്ങയുടെ പുളി കൃത്യമായിട്ട് അറിയും. കരുണ പോണ വഴി അറിയത്തില്ല. നോക്കിയേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും 2 യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ. വായിച്ചേ 2 യജമാനന്മാരെ സേവിക്കാൻ 2 യജമാനന്മാരെ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കട്ടനുള്ള നിർദ്ദേശമായി ദൈവത്തിന് നിരക്കാത്ത ജീവിതവും ഉടമ്പടിയും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ലെന്ന്. ദൈവത്തിന് നിരക്കാത്ത ജീവിതവും ഉടമ്പടിയും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ ഉടമ്പടിയുടെ ഉത്തമ പങ്കാളിയാകാൻ എന്റെ എല്ലാ ജീവിത രീതികളെയും സുവിശേഷ വിഹിതമാക്കി പരിവർത്തനം ചെയ്യിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും നമ്മളെ പുറകേട്ട് വരികയാണ്. നമ്മളുടെ വിഷയം എന്താണ്? പത്രോസിൻ്റെ വിഷയമാണ്. എന്താ വിഷയം? പത്രോസിനോട് കർത്താവ് പറഞ്ഞതാണ്. എന്താണ്? അല്പവിശ്വാസി സംശയിച്ചത് എന്തിന്? ആ വചനം എത്രയാണ് വായിച്ചത്? നമ്മൾ വായിച്ചായിരുന്നല്ലോ. മത്തായി 14:31. മത്തായി 14:31. അല്പവിശ്വാസി പറഞ്ഞ് അല്പവിശ്വാസി സംശയിച്ചത് എന്തിനാ? ഇതാണ് കോമൺ ഫെയ്ത്ത്. ഇതാണ് സിംഗിൾ ഫേസ്. പിടിയിടിയ ഒരു ബൾബ് തെളിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനാണ് വിശ്വാസമുണ്ട്, പക്ഷെ എന്താ? അല്പവിശ്വാസമേ ഉള്ളൂ. ബാക്കി 60% എന്താണ്? അവിശ്വാസമാണ്, സംശയമാണ്. വിശ്വാസമുണ്ട്, പക്ഷേ സംശയവുമുണ്ട്. അച്ഛൻ്റെ താഴത്തെ പറഞ്ഞു എന്താണ്? വിശ്വാസം ആഴമായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ അച്ഛന്മാർക്ക് പോലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 3 ഫേസിലേക്ക് വന്നില്ലെന്ന് എൻ്റെ അർത്ഥം. വിശ്വാസം ഇല്ലാഞ്ഞല്ല, ആഴമായിരുന്നില്ല. ഈ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയണത് ഓരോരോ ഘട്ടം ചെല്ലുന്നതോടും നമ്മളെ ക്രൊണോളജിക്കലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എത്ര വയസ്സെന്ന് പറയാം? വയസ്സ് 40. ഓക്കെ, വയസ്സ് എത്ര ഉണ്ട്? 60. വയസ്സ് എത്ര ഉണ്ട്? 85. ഇന്നലെ ഞാൻ രാത്രി ഒരു ഫങ്ഷനിൽ ഒരു സാറിൻ്റെ റിട്ടയർമെൻറ്റിന് പോയി. അപ്പോൾ ആ കുടുംബം എന്നെ കടലോരത്തിന് കുറേ സഹായിച്ചതാണ്. ഞാൻ കടലിൽ കൺവെൻഷൻ നടത്തുന്ന കാലത്ത് സഹായിച്ച കുടുംബമാണ്. അപ്പോൾ അവരുടെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ പഴയ സഹപ്രവർത്തകരെ കണ്ടപ്പോൾ. അപ്പോൾ അവരുടെ അന്ന് എനിക്ക് 30 വയസ്സാണ് ഉണ്ടായിരുന്നത്. എനിക്കിപ്പോൾ 65 വയസ്സായി. അപ്പോൾ 35 വയസ്സായി.
അപ്പം അന്ന് ഞാൻ അവിടെ കണ്ട 50 വയസ്സുള്ള അമ്മച്ചിനെ ഇന്നലെ അവിടെ കണ്ട്. അപ്പം അമ്മച്ചിക്ക് ഇപ്പോൾ വയസ്സ് 85. അപ്പോൾ അമ്മച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് അരയും തലയും മുറുക്കി കടപ്പുറത്ത് അടരാടിയ പോരാട്ടക്കാരത്തിയാണ്. എല്ലാ മക്കളെയും കൃപാസനത്തിന് വേണ്ടി വിട്ടു തന്ന ആളാണ്. ഇന്നത്തെ കൃപാസനമല്ല, ഇതിനേക്കാൾ ഫീൽഡിൽ വളരെ ശക്തമായ ഒരു കൃപാസനം ഉണ്ടായിരുന്നു. ഇന്ന് ലോകവ്യാപകമായ കൃപാസനം കുടുംബങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു പ്രാദേശിക പ്രവർത്തനത്തെക്കാൾ ഉപരി അന്തർദേശീയ പ്രവർത്തനത്തിലേക്ക് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് സുവിശേഷ വേല മുമ്പത്തേക്കാൾ ഏറെ നടക്കുന്നു. ജനങ്ങളുടെ വിശുദ്ധീകരണം അതിനേക്കാൾ ശക്തമായിട്ട് നടക്കുന്നു. ഇന്ന് വേറൊരു കൃപാസനമാണ്. അപ്പം അന്ന് നല്ല കഷ്ടപ്പാട് നിറഞ്ഞൊരു കാലമായിരുന്നു. അന്ന് ഒരു അമ്മ അവരുടെ മക്കളെ എല്ലാവരെയും കൃപാസനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ട്. അവർക്ക് വേണ്ട 8 മക്കളുണ്ടായിരുന്നു, 7. ഞാൻ ഇന്നലെ എല്ലാവരെയും കണ്ടപ്പോൾ എല്ലാവരും അന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്ത എല്ലാവരും, ചിലർ റിട്ടയറായി, ചിലർ അവർ ജീവിക്കാനുള്ള മാർഗമായി, കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചവരുടെ പേരക്കിടങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഓടി വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഓർക്കണേ, 50 വയസ്സിൽ കണ്ടുമുട്ടിയ ആ ചേടത്തിയെ ഇന്ന് ഞാൻ 87 വയസ്സിൽ കണ്ടുമുട്ടുകയാണ്. അവരെന്ത് ബ്ലെസ്ഡാണ്. അവരുടെ മക്കളുടെ മക്കളും അവരുടെ കല്യാണത്തിലുണ്ടായിരുന്ന പേരക്കിടാങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സംഭവം. അവിടെ അവരുടെ രാജ്ഞിയായിട്ട് ഇവർ ഇരിക്കണം എൻ്റെ അകത്ത്. അപ്പം ഞാൻ ഓർക്കായിരുന്നേ, അപ്പം 50 വയസ്സിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ് ഈ 87 വയസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ പുസ്തകത്തിൽ തോറ്റതാണ്. അവിടെയാണ് പ്രശ്നം. പിടിയിടിയാ. ഇനി അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് അവിടെ എല്ലാവരും വിശ്വാസത്തിലാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും വിശ്വാസ പ്രവർത്തകരാണവർ. മറ്റുള്ളവരെ ഇൻസെൻറ്റീവ് ചെയ്യണതും. അതിൽ ഒരു മകൻ വേദപാഠ പ്രൊമോട്ടറാണ്, അദ്ദേഹം +2 പ്രിൻസിപ്പളാണ്. അപ്പം ഇങ്ങനെയൊക്കെ അവരുടെ നിലവാരമനുസരിച്ചൊക്കെ എല്ലാവരും തന്നെ സുവിശേഷ വേലക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മ രക്ഷപ്പെടത്തുള്ളൂ. എന്താ കാര്യം? അമ്മയ്ക്ക് സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന ആ വിശ്വാസം, അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്തുന്നതിൻ്റെ തിടുക്കത്തിൽ ഒരു പരിധി വരെയാണ് ഈ നമ്മൾ പറയുന്ന വിശ്വാസം ആർജിക്കാൻ പറ്റുന്നത്. സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയും. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒന്നെങ്കിൽ റിസൾട്ട് ഇവരൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഒന്നെങ്കിൽ ഇവർ ഭയങ്കരമായ വിശുദ്ധ സ്ത്രീ ആയിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മക്കളെയും പേരക്കിടാങ്ങളെയും വിശ്വാസത്തെ അവർ വളർത്തി സാക്ഷികളാക്കി മാറ്റിയില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ ഇവരുടെ വിശ്വാസം എല്ലാവരേക്കാളും വലിയ വിശ്വാസമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ മക്കളെ വളർത്താനുള്ള തത്രപ്പാടിൽ ഇവർ വല്ല കള്ളത്തരവും പറ്റിക്കലുമൊക്കെ നടത്തി പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊന്നും അവർ നടത്തിയിട്ടില്ല. മറ്റുള്ളവരെ ശ്രദ്ധിക്കണം. നിങ്ങൾ മക്കളെ വളർത്താൻ വേണ്ടിയാണെന്ന് പറയരുത്. അതൊന്നും ദൈവം ഏക്കത്തില്ല. ഒരു മനുഷ്യനെ എനിക്കറിയാം, അദ്ദേഹം ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ അനുജനെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ചെറിയൊരു പിരി, അതുകൊണ്ട് പറഞ്ഞു വിട്ടതാണ്. അത് കാരണം ഇയാളുടെ പെൻഷൻ മുഴുവനും ഇയാളുടെ കള്ള ഒപ്പിട്ട് മേടിക്കുന്ന ചേട്ടനാണ്. ചേട്ടൻ അവസാനം കോടതി പിടിച്ചപ്പോൾ കോടതി ചോദിച്ച്, നിങ്ങളെ ആ മാനസിക രോഗമുള്ള ആളിൻ്റെ പെൻഷൻ പൈസ അല്ലേ ഇത് നിങ്ങൾ കള്ളവൊപ്പിട്ട് മേടിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് മക്കളെ വളർത്താനാണെന്ന് പറഞ്ഞു. അയാളുടെ മക്കളെ വളർത്താനേ. പക്ഷെ കോടതി അത് ഏറ്റില്ല. ഈ ഭൂമിയിലെ കോടതി പോലും മക്കളെ വളർത്താൻ കള്ളത്തരം പറഞ്ഞ് ഏക്കാത്തതാണെങ്കിൽ സ്വർഗത്തിൻ്റെ കോടതി എങ്ങനെ ഏക്കാനാണ്? അപ്പം മക്കളെ വളർത്താനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കരുത്. മക്കളെ വളർത്താനാണെന്ന് പറഞ്ഞ് നിങ്ങൾ പെങ്ങന്മാരുടെ സ്വത്ത് പിടിച്ചു വെക്കരുത്. മക്കളെ വളർത്താനാണെന്നും പറഞ്ഞ് കള്ളപ്പൈസയിലെ പലിശ നടത്തിയിട്ട് അഭ്യാസം കാണിക്കരുത്. ഇത് മക്കളെ വളർത്താനല്ല, നിങ്ങൾ ബേസിക് കള്ളനായത് കൊണ്ടാണ്. അത് ദൈവത്തിന് അറിയാം. മക്കളെ വളർത്താൻ വേണ്ടി മക്കളെ വെച്ച് നിങ്ങളെ പൂള് വെക്കുകയാണ്, അടവെക്കുകയാണ്. പക്ഷേ നിങ്ങൾ ബേസിക്കായിട്ട് കള്ളനാണ്, മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്തതെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഉടമ്പടിക്ക് മുമ്പേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. കാര്യം ഞാൻ ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തമ പങ്കാളിയാണ്, ഉടമ്പടിയാണ് ഞാൻ ചെയ്യണത്. അല്ല ഞാൻ പോയി ഒരു ധ്യാനം കൂടുകയല്ല ചെയ്യണത്. അതാണ് വ്യത്യാസം എന്ന് പറയണത്. അതായത് ഇപ്പം ചില ആൾക്കാർ ആ ഉടമ്പടിയിലുള്ള ഈ കശുമാങ്ങ തിന്നണ പിള്ളേർ കശുമാങ്ങ തിന്നണ ഉടമ്പടി
കൈകാര്യം ചെയ്യണത്. ഈ പിള്ളേർ വീണ് കിടക്കണ കശുമാങ്ങ എടുക്കുക, അല്ലെങ്കിൽ പെറുക്കി പറിച്ചെടുക്കത്തില്ലേ, പറിച്ചിട്ട് ആദ്യം ചെയ്യണത് എന്താണ്? കഴുകുക. അത് കഴിക്കുക, അത് കുഴപ്പമില്ല. ആ അണ്ടി പറിച്ച് ദൂരെ കളഞ്ഞാലും മാങ്ങ തിന്നും. ഇതാണ് എല്ലാ പിള്ളേരും ചെയ്യണത്. കശുമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ, പറങ്കിമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ആ അണ്ടി പറിച്ച് ദൂരെ കളഞ്ഞാൽ മാങ്ങ തിരുന്ന പിള്ളേരുണ്ട്. ചില രണ്ടെടുത്ത് പോക്കറ്റ് ഇടുമായിരിക്കും. നിങ്ങൾ വേണ്ട. ഉടമ്പടിയിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജപ്തി നിങ്ങളോട് മാറിയെങ്കിൽ അത് മാത്രം കഴിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൃപ കിട്ടുന്ന സാധനം നിങ്ങൾ എടുത്ത് കളയും. അതാണ് വിഷയം. പല ആൾക്കാരും ഉടമ്പടി ചെയ്യണത് പിള്ളേർ കശുമാങ്ങ തിന്ന പോലെയാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മാങ്ങ മാത്രം എടുത്തിട്ട് അണ്ടിന് ദൂരെ കളയും. കൃപ കിട്ടുന്ന ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗം എടുക്കും, മാങ്ങ എടുക്കും, തിന്നും. എന്നിട്ടെന്ത് ചെയ്യും? അതിൻ്റെ കൃപ കിട്ടുന്ന ഭാഗം, അതിൻ്റെ വിറ്റാമിൻ സെറ്റ് എടുത്ത് കളയും, ദൂരെ കളയും. എന്ന് പറഞ്ഞ പോലെ ക്ഷമിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പൊറുക്കുക, മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുക, കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന ഭാഗമാണത് എറിഞ്ഞു കളയണത്. അനുഗ്രഹം നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതൊക്കെ ഈ മാങ്ങയാണ്. അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് കളയും. അപ്പം അങ്ങനെ ഉടമ്പടിയിൽ വരരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാതെ ഇന്നൊരു ഉടമ്പടി എടുത്ത് കുറച്ച് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റി നമ്മളത് അവസാനിപ്പിച്ച് ഉടമ്പടിയും കൊണ്ട് അധികകാലം പോണത് അത്ര ഗുണമല്ല. ഇടയ്ക്കൊന്ന് സ്മോൾ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ചില നിങ്ങൾ പറയണത് ചിലവന്മാരോടൊക്കെ പറയണമെങ്കിൽ തള്ളക്ക് വിളിച്ചാലൊക്കെ അവനൊക്കെ അടങ്ങത്തുള്ളൂ. അത് ശരിയാ. എന്താ പ്രശ്നം? മറ്റുള്ളവരെ ശാസിക്കാനും അടക്കാനും ഒതുക്കാനും ബലഹീനന്മാരാണ് തെറി പറയണത്, അശുദ്ധ ഭാഷ ഉപയോഗിക്കണത്. അപ്പം നിങ്ങൾ ഉടമ്പടി കഴിഞ്ഞിട്ട് തെറി പറയാൻ ഇരിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർ അമ്മ പറയും, ഇടൂ താൻ ഉടമ്പടി എടുത്തതല്ലേ? എടുത്താ തെറിയാണ്. കഴിഞ്ഞില്ലേ അത് എവിടെ 90 ദിവസം കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ ഇനി തെറി പറയാൻ ലൈസൻസ് ആയതാണ് ഈ പറയണത്. കഴിഞ്ഞില്ല. നിനക്കാണ് കഴിഞ്ഞിരിക്കുന്നത്, ദൈവമായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ സംഭവം. കഴിയത്തുമില്ല. പിന്നെ നീ ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്കെല്ലാം പിന്നീട് എല്ലാം നിനക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളെ, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? കർത്താവ് കൂടെ പ്രവർത്തിക്കുക. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നതിന് എന്ത് ചെയ്യണം? നമ്മൾ ഈ അല്പവിശ്വാസം എന്നുള്ളത് 60% വെള്ളയാണ്. 60% വെള്ളയാണ്. വെച്ചാൽ ആഞ്ഞിലി മരത്തിനകത്ത് വെള്ളം ഉണ്ടാകത്തില്ലേ? അപ്പോൾ 10 ദിവസത്തെ ഉണ്ട് ഈ സംഭവം. അതുകൊണ്ടാണ് കാറ്റ് കാല് നനഞ്ഞായിരുന്നു. പുള്ളി കടലിൻ്റെ മീതെ വന്നപ്പോഴേ കാല് നനഞ്ഞ് ഇത്തിരി ഒന്ന് താഴപ്പണ പോലെ തോന്നി. മുങ്ങിപ്പോവെന്ന് വിചാരിച്ചപ്പോൾ കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ കൈ ഉയർത്തി. അത് കറക്റ്റാണ്, ശരി. കാല് താഴേക്ക് പോകണ കണ്ടപ്പോൾ കൈ ഉയർത്തണം. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമ്മൾ നിന്നിടം താന്നു പോകുകയാണെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? കർത്താവ് മാത്രമേ ഉള്ളൂ. അത് 10 ദിവസം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. നിന്നിടം താന്നു പോകുമല്ല. ചില സമയത്ത് ജപ്തി നടപടി വരും, അങ്ങനെ പല രോഗങ്ങൾ വരും. നിന്നിടം താന്നു പോവുകയാണ്. നേപ്പം തറ താന്നു പോകുമ്പോൾ 10 ദിവസം കൈ ഉയർത്തും. എന്താണ്? ആ കയ്യെ കയറി കർത്താവ് പിടിക്കുമെന്നുള്ള ഒരു പ്രത്യാശയാണ്. അതാണ് വിഷയം. അപ്പോൾ കർത്താവ് കയറി പിടിക്കുക തന്നെ ചെയ്ത്. അല്ലാതെ ഇപ്പം കർത്താവ് കയറി പിടിച്ചു. അപ്പോഴാണ് ചോദിച്ചത്, അല്പവിശ്വാസി സംശയിച്ചത്. ഇത് കോമൺ ഫെയ്ത്താണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉള്ളതാണ്. പക്ഷേ ഇനി ഇതിൻ്റെ അകത്ത് വേണ്ടത്, ഇതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഗ്രേറ്റ് ഫെയ്ത്തായിട്ടാണ്. ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന വിഷയങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചേർത്ത്, ആതുര പ്രവർത്തനങ്ങൾ ചേർത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂട്ടണം, സംഭാവന കൂട്ടണം. അപ്പോഴാണ് ഗ്രേറ്റ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അത് ആവാജ് നിൻ്റെ വിശ്വാസം വലുതാണ്. എടുത്ത് 15:28. അപ്പോൾ രണ്ടാം വിശ്വാസം തന്നെ കണ്ട. രണ്ടാം വിശ്വാസം. ആദ്യം വിശ്വാസം എന്താണ്? അല്പവിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം എന്താണ്?
15:28 അതാണ് രണ്ടാം വിശ്വാസം. യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഇപ്പൊ 6 ഉടമ്പ നീ എന്താ ഈശോ പറഞ്ഞത്? നീ ആഗ്രഹിക്കുന്ന പോലെ പറഞ്ഞേ, നിനക്ക് ഭവിക്കട്ടെ. അപ്പൊ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ എന്നല്ലേ പറയണത്? നമ്മൾ നിയോഗം വെച്ചിരിക്കുന്നത് എത്രയാണ്? 6 നിയോഗങ്ങളാണ്. ഇതെന്താണ്? 6 ആഗ്രഹങ്ങളല്ലേ? 6 നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതിനെതിരെ ദൈവം എതിരല്ല. നിനക്ക് ഇത് നേടിയ നിനക്കാപത്താണെങ്കിൽ മാത്രമേ ദൈവം മാറ്റത്തുള്ളൂ. ഈ 6 നിയോഗങ്ങളിൽ നീ ഇത് നേടിയ നിനക്ക് ആപത്തില്ലെങ്കിൽ 6 ദൈവം ചെയ്തു തരും, ഒരു പ്രശ്നമില്ല. അതാണ് കർത്താവ്. ആ വാക്ക് ഭയങ്കര ബലമുള്ള വാക്കാണ്. എന്താണ്? 6 നിയോഗങ്ങൾ വെച്ചിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആഗ്രഹങ്ങളാണ്. ഓക്കെ അല്ലേ? 6 ആഗ്രഹങ്ങൾ എന്താ ചെയ്തിരിക്കണത്? ഒന്നിനു വായിച്ചേ. ആ വചനം എത്രയാണ്? മത്തായി 15:28. മത്തായി 15:28. യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. അപ്പൊ ആഗ്രഹിക്കുന്ന പോലെ എന്നുള്ള വിഷയം നിനക്ക് ഭവിക്കട്ടെ. അപ്പം അത് ഈ ആറ് കാര്യം നടന്നാലും ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നിനക്ക് അപകടം ഉണ്ടാകും. ചില കാര്യങ്ങൾ നടന്നാൽ മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നടന്നാൽ നിനക്ക് അപകടം ഉണ്ടാകും. അത് കർത്താവിനറിയാം. ഇപ്പോൾ ഉണ്ടാകത്തില്ല, പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുണ്ടാകും. അത് കർത്താവിനറിയാം. അതെപ്പോഴും അതായത് ഞാൻ എൻ്റെ പള്ളിയിൽ സിമിത്തേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ സിമിത്തേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് നടക്കണില്ല. ഇപ്പോൾ ഒരു കാര്യം നടക്കാതെ വന്നാലും ഞാനത് മനസ്സിലാക്കണത് ഇത്തിരി സമയം കൂടി വേണ്ടി വരുന്നേ ഉള്ളൂ. നടക്കാതെ ഇരിക്കുമെന്നല്ല എന്നെ ഞാൻ മനസ്സിലാക്കണത്. അതുകൊണ്ടാണ് നിങ്ങളെ പുതുക്കാൻ ഞാൻ പറയേണ്ട കാര്യം അതാണ്. ചിലർ പറഞ്ഞു നിങ്ങൾ പുതുക്കി നോക്കെന്ന് ഞാൻ പറയത്തില്ലേ. അത് കാര്യത്തിൽ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അത് നടക്കത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. അത് നടന്നാൽ വലിയ ഇൻഡാസ് ഉണ്ടാകും. അത് നമുക്കറിയാൻ പറ്റത്തില്ല, കർത്താവിനത് അറിയാം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ പള്ളിയിലെ സെമിത്തേരി പ്രശ്നം നിങ്ങൾ ചില എൻ്റെ പള്ളിയിൽ വന്ന് കാണും. ഞാൻ പള്ളിയിലൊന്നും ഇപ്പോൾ പറയണില്ല, ഇപ്പോൾ അവിടെ പോടില്ല. ഞാൻ ആ ഫംഗ്ഷന് മാത്രമേ പോകത്തുള്ളൂ. പിന്നെ കുർബാനയ്ക്ക് പോകും. ഞാൻ അവിടെ ഇരിക്കണില്ല. പണ്ട് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. കാര്യം എനിക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൃപാസനത്തിലെ ആൾക്കാരെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ആളിവിടെ കൂടിയപ്പോൾ ഞാൻ കൃപാസനത്തിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞായറാഴ്ച പോകും. ഞായറാഴ്ച അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ എടുക്കത്തില്ല, പറഞ്ഞു വിടും. എത്ര കാറിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അവിടെ ബന്ധുക്കളൊക്കെ പറയും അച്ഛൻ ഇന്ന് വരും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വരും. ഞാൻ എവിടുന്ന് വന്നാലും ഞാൻ ആൾക്കാരെ പറഞ്ഞു വിടും. കാര്യം അവിടെ അത് ആൾക്കാരെ കാണുന്ന സ്ഥലമല്ല. അപ്പം അതുകൊണ്ട് പക്ഷേ അവിടെ ഈ സിമിത്തേരിയൊക്കെ പറയുക നിങ്ങളിതൊക്കെ അറിയണം. ഈ വരുന്ന വഴികൾ കുറേ നാളായി സിമിത്തേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു അനക്കവുമില്ല. ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ 4 കൊല്ലമായി അതിന് വേണ്ടി ബിഷപ്പ് തന്നെ പെർമിഷൻ തന്നിട്ട് 4 കൊല്ലമായി. റിട്ടേണിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മുമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങി. 5 കൊല്ലമായി ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ട് അനക്കമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി വെക്കാനാണെങ്കിൽ ഇപ്പോൾ എത്രയോ പ്രാവശ്യം പുതുക്കും. ഞാൻ നിത്യ ഉടമ്പടി നിങ്ങളെക്കാൾ വലിയ ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ലൈൻ നിന്ന് വരാത്തത്. കാരണം നിങ്ങളെ ഭക്ഷണത്തിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും 24 മണിക്കൂറും ഈ ശുശ്രൂഷ തന്നെയാണല്ലോ. 24 മണിക്കൂറുമാണ്. അല്ല, എനിക്ക് വേറെ ഒരു പ്രൊഫഷനില്ല. ഇത് മാത്രമേ ഉള്ളൂ. കർത്താവിനെ അറിയാത്തത് അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, സ്വയം വിശുദ്ധമായി ജീവിക്കുക. അതാണ് സംഭവം. അപ്പോൾ ഇതിനേക്കാൾ മേജർ ഉടമ്പടിയിലാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഇങ്ങനെ എഴുതിയിട്ട് ഉടമ്പടിയിൽ വരാത്തത്. എഴുതിയിട്ട് ഉടമ്പടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫുൾ ടൈമറാണ്. നിങ്ങൾ ഫുൾ ടൈമറാണെങ്കിലും ഒരു നിയോഗം ഉടമ്പടി എടുക്കുന്നത് നല്ലതാണ് ശരിക്കും. തോമസ് എട്ടിയിൽ അച്ഛൻ ഉടമ്പടി ചെയ്തിരിക്കണത് എന്തിനാണെന്ന് അറിയാമോ? അച്ഛൻ 10 കൊല്ലം ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛൻ 10 കൊല്ലം. അപ്പോൾ 10 കൊല്ലം ശുശ്രൂഷ ചെയ്തപ്പോഴേ എന്താ സംഭവിച്ചു വെച്ചാൽ അച്ഛൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ എപ്പോഴും അച്ഛൻ വരുമ്പോൾ പറയും
ഉടമ്പടിയെക്കുറിച്ച് പറയും. അപ്പോൾ അച്ഛൻ ഈ പോട്ടയിൽ അച്ഛനല്ലേ, അപ്പോൾ വിൻസെൻഷൻ അച്ഛൻ, അപ്പോൾ ഗോഹട്ടിയിൽ അവരുടെ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷ ചെയ്യണ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലായിടത്തും ധ്യാനങ്ങളുമില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ആലപ്പുഴ വരണമെന്ന് അച്ഛൻ്റെ മനസ്സിൽ, അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, എന്നാൽ അച്ഛൻ സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ചേട്ടായിക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ അദ്ദേഹം ക്യാൻസർ വന്നെങ്കിലും അത് ഏറെക്കുറെ തീരാൻ പോകുന്ന ഘട്ടത്തിൽ തീർന്നുവെന്ന് കരുതിയപ്പോഴാണ്, ആൾ പോയെന്ന് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ചേട്ടൻ രക്ഷപ്പെട്ട്, ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞു വിടാം. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഉടമ്പടിയോട് എനിക്ക് എന്നെ ആകർഷിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ സിമിത്തേരിക്ക് ഞാനിപ്പോൾ 5 കൊല്ലത്തെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ഈ സിമിത്തേരി വെച്ച് ഞാനൊരു ആദ്യമേ ഉടമ്പടി എടുത്താൽ മതിയായിരുന്നു. 5 കൊല്ലം എനിക്ക് മിസ്സായെന്ന് ഞാൻ പറയും. ഇപ്പം നായ്ക്കാമ്പറമ്പ് അച്ഛൻ വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തല്ലേ ഒരു ദിവസം. അപ്പം എനിക്കന്ന് വന്ന് ഉടമ്പടി എടുത്താൽ മതിയായിരുന്നു ഈ സിമിത്തേരിക്ക് വേണ്ടി. ഞാനത് അതിനേക്കാളും ക്ലിഷ്ടമായ ഈ ഉടമ്പടിയേക്കാളും വെല്ലുവിളിയുള്ള ഒരു ജീവിതം, ഉടമ്പടി ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നിയോഗ ഉടമ്പടിയിലേക്ക് വരാഞ്ഞത്. പക്ഷേ നിയോഗ ഉടമ്പടിക്ക് വരേണ്ടതായിരുന്നു അച്ഛൻ, ഞാനും വരേണ്ടതായിരുന്നു. എങ്കിലും എനിക്ക് 5 കൊല്ലം തേക്കേണ്ട കാര്യമില്ലായിരുന്നു. 5 കൊല്ലമായില്ലേ ഇപ്പം സിമിത്തേരിക്ക് വേണ്ടി പോകണം. ഇപ്പോഴാണ് അതിനൊരു സമാധാനമായി വരുന്നത്, ഇപ്പം തറക്കല്ലിട്ട്. അപ്പോൾ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അറിയണം. ഞാനിത് അമ്മയുമായിട്ട് ഇത്രയും അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ അമ്മയോട് ഈ വിഷയം എപ്പോഴും പറയും. ഞാൻ പോരണ മുമ്പ് എനിക്ക് അവിടെ നിന്ന് സെമിത്തേരി ചെയ്തിട്ട് പോരണമെന്ന് പറയും. അപ്പം അങ്ങനെ പോരാൻ പറ്റാതെ വരുമ്പോൾ സെമിത്തേരി തീരത്തില്ല, തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ബിഷപ്പിനോട് പറഞ്ഞ് ടൈം കഴിഞ്ഞല്ലോ, അവിടെ അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്താൽ ചേഞ്ച് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനെ പറഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്കവിടെ സെമിത്തേരി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അത്ര ജസ്റ്റ് ഉള്ളൂ, നമുക്കതേ പറയാൻ പാടുള്ളൂ. സഭയിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. അന്തിമ തീരുമാനം എടുക്കേണ്ട ആരാണ്? ബിഷപ്പാണ് എടുക്കേണ്ടത്. ഞാൻ അതുപോലെ ആ സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. എനിക്ക് ആഗ്രഹം അത് അത് ചെയ്തിട്ട് പോരണമെന്നായിരുന്നു. കാര്യം ആ പള്ളി മിഷനായിട്ട് എടുത്തതാണ്, ആരും നോക്കാനില്ലാഞ്ഞപ്പോൾ മിഷനായിട്ട് എടുത്തതാണ്. ബാക്കിയെല്ലാം ചെയ്തവിടെ. അപ്പോൾ ഇത് കൂടി ചെയ്തു പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാത്തത് കൊണ്ടോ എന്തോ ആ സാധനം നീണ്ടുപോയി. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണത്. അച്ഛൻ പറഞ്ഞ് എനിക്കെന്തിനാ ഉടമ്പടി എന്നാണ് അച്ഛൻ ചിന്തിക്കുന്നത്. ഞാനങ്ങനെയല്ല ചിന്തിക്കണത്. ഞാൻ നിങ്ങളെക്കാൾ ക്ലേശകരമായ തപസ്സിലും അതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങളിലും ഒക്കെയാണ് ജീവിക്കണത്. എൻ്റെ വർഷകാലങ്ങളിലുള്ള അച്ഛനായതുപോലെ ഇന്നുള്ള കാര്യം ഞാൻ എന്തുകൊണ്ടാണ് 40 കൊല്ലത്തെ പൗരോഹിത്യം പറയണത്. അത് വീമ്പിളക്കലൊന്നുമല്ല. 40 കൊല്ലത്തെ പൗരോഹിത്യം കറക്റ്റ് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പൗരോഹിത്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ദൈവം റിജക്റ്റ് ചെയ്യത്തില്ലത്. പിന്നെ രണ്ടാമതെന്താ പറയണത്, എൻ്റെ 40 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനം അൾത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാമായി. എവറിത്തിങ് ഈസ് ദെയർ. നമുക്ക് ആൾത്താരിൽ അധികം സമയം കിട്ടത്തില്ല. നമുക്ക് ഈ വലിയ പ്രമാണങ്ങൾ വെച്ച് മാത്രമേ ഈടുവെക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ പ്രമാണമൊന്നുമല്ല ഈടുവെക്കാൻ വേണ്ടിയുള്ളത്. നല്ല ദൈവത്തിരുസേന ഈടുവെക്കാൻ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യമുണ്ട്. ദൈവത്തിരുസേന ഈടുവെക്കാൻ ഒരു ജീവിത സാക്ഷ്യമുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കർത്താവ് പരിഹരിക്കട്ടെ. എന്നാലും എനിക്ക് അതിനകത്ത് ആത്മവിശ്വാസമുണ്ട്. ഒരു ജീവിതത്തോട് ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം മക്കളെ. ദൈവവുമായിട്ടുള്ള റിലേഷനിൽ ഒരു ആത്മവിശ്വാസമുള്ള ജീവിതം ഉണ്ടാക്കണം. പക്ഷേ എങ്കിലും ഈ വിഷയം ഞാൻ ഉടമ്പടിക്ക് വെച്ചില്ല. ഇപ്പം അച്ഛനെന്താ പറയണത്, അച്ഛന് ഒരു വിഷയം വന്നു. അച്ഛന് UK പോകാൻ വേണ്ടി സഭ ഓർഡറിട്ട്. അപ്പം അവിടെ എന്താ പ്രശ്നം, UK പോകണമെന്നുണ്ടെങ്കിൽ IELTS പാസ്സാകണം. അപ്പം അച്ഛന് SLCക്ക് നല്ല മാർക്കാണ്, ഇംഗ്ലീഷിന്. അച്ഛൻ്റെ ഡിഗ്രിക്ക് നല്ല മാർക്കാണ്. അപ്പോൾ ഇനി ഞാനെന്തിനാ IELTS കോഴ്സിന് പോണത്? അച്ഛന് മെറിറ്റ് ഉണ്ടെന്നാണ്, അതല്ല മെറിറ്റാണ്. അതാണ് ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റാണ്. അപ്പം മെറിറ്റ് അച്ഛനുണ്ട്. അപ്പോൾ ഇപ്പം ചില ആൾക്കാർക്കുള്ള കുഴപ്പം, മെറിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക്, ഇപ്പം എൻ്റെ ഒരു ധാരണ അതാണല്ലോ, എനിക്ക് മെറിറ്റ് ഉണ്ടെന്നാണല്ലോ ധാരണ. ഈ മെറിറ്റ് ഉണ്ടെങ്കിൽ നിയോഗ ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ജീവിതം നിയോഗത്തിൻ്റെ അർത്ഥത്തിൽ ഞാൻ നിഷ്ഠ ചെയ്തു എന്ന് പറയും.
അച്ഛൻ എന്താ പറയണത്? അച്ഛനാണെങ്കിലും ധ്യാനഗുരു ആണെങ്കിലും ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ IELTS തോറ്റു. മനസ്സിലായി? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത്രയും നാൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിട്ട് ഇംഗ്ലീഷിന് ഹൈസ്കൂളിലും കോളേജിലും നല്ല മാർക്ക് കിട്ടിയിട്ടും അച്ഛൻ IELTS തോറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് വർക്കൗട്ട് ചെയ്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയണത്. നമ്മൾ എത്ര വലിയ ആളായാലും ശരി, ചില സമയത്ത് മെറിറ്റ് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ട് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. രണ്ടാമത്തെ ഉത്തരം എന്താ? ഒന്ന്, കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ. രണ്ടാമത്തെ ഉത്തരം എന്താണ്? നമ്മൾ എത്ര മെറിറ്റുള്ള ആൾക്കായാലും ചില സമയത്ത് മെറിറ്റ് വർക്കൗട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മളെക്കാൾ മെറിറ്റുള്ളവർ പുറത്തുണ്ടാകും. മെറിറ്റ് അനുസരിച്ച്, നീതി അനുസരിച്ച് അവന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പുറത്താകും. അപ്പോൾ ഇങ്ങനെ വെല്ലുവിളികളുണ്ട് ഈ മെറിറ്റിൽ. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും ഓക്കെയാണ്. നല്ല മണി പോലെ ഇംഗ്ലീഷ് പറയും, അതിൻ്റെ ഫോണറ്റിക്സ് കറക്റ്റാണ്, റൈറ്റിംഗ് കറക്റ്റാണ്, റീഡിങ് കറക്റ്റാണ്, ഹിയറിങ് കറക്റ്റാണ്, എല്ലാമാണ്. പക്ഷേ അച്ഛൻ തോറ്റു. അത് നോക്കിക്കഴിഞ്ഞാൽ അത് വൾട്ടീസുകാർക്ക് മനസ്സിലാവുക. അച്ഛന് ഭയങ്കര ക്ഷീണവും ഭയങ്കര പറയാൻ പറ്റുക IELTS തോറ്റുന്നത്. കാര്യം ഇവിടുത്തെ IELTSകാർ, ഇത് PDCക്കാർ പോലും മലയാളത്തിൽ പഠിച്ച ആൾക്കാർ പോലും ചില ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് വരുമ്പോൾ അവർ പറയും, ഞാൻ ആദ്യമായിട്ട് IELTS എഴുതിക്കട്ടെ, മാതാവിൻ്റെ പൊക്കിയെടുത്തെന്ന് പറയും. നിൽക്കട്ടെ, എത്ര സാക്ഷ്യമുണ്ട്, എത്രയോ സാക്ഷ്യമുണ്ട്. മലയാളത്തിലാണ് പഠിച്ചത്, പക്ഷേ IELTS അവർ പാസ്സായി. അതാണ് അത് നോട്ട് ബൈ മെറിറ്റിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അപ്പോൾ അച്ഛനെ അത് ഇഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ വന്ന് ഉടമ്പടി ഓൺലൈനിലെടുത്ത് ആ അച്ഛൻ പറഞ്ഞു, ഞാൻ ഓൺലൈൻ എടുത്തപ്പോൾ തന്നെ നിഷ്ഠ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ഉടമ്പടിയുടെ കറക്റ്റായിട്ട് നിഷ്ഠ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നിഷ്ഠ എന്ന് പറയുന്നത് ഭയങ്കര, ഞാൻ ഓസ്ട്രേലിയ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ വികാർ ജനറൽ പറഞ്ഞു, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ലൈഫാണെന്ന് പറഞ്ഞു. ഞാൻ സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞത്, പോരാൻ നേരത്ത് നന്ദി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, ഉടമ്പടി തീരുമ്പോഴാണ് ഉടമ്പടി തുടങ്ങണതെന്ന്. അത് കറക്റ്റല്ലേ? എല്ലാം അവിടെ നിരീക്ഷിക്കും. ഇപ്പോൾ സഭ, ലോകം മുഴുവനും ഉടമ്പടിയെ വലിയൊരു ജീവിത സഭയും സാക്ഷികളുമായി മനുഷ്യരെ മാറ്റുന്നതിൽ ഉടമ്പടി വളരെ വലിയ കാതലായ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും അത് മനസ്സിലായി വരികയാണ്. അപ്പോൾ അത് ആ ഒരു സ്ഥലത്ത് ഈ അച്ഛൻ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ പിന്നെയും രണ്ടാമതും IELTS തോറ്റു. പക്ഷെ അച്ഛൻ വിട്ടുകൊടുത്തില്ല. അച്ഛൻ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞ് മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു നേർച്ച നേരുകയാണ്. എൻ്റെ ഓൺലൈനിൽ ഉടമ്പടി ഞാൻ കൃത്യമായിട്ട് ജീവിക്കും. എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മ എന്നെ ജയിപ്പിച്ച, മൂന്നാമത്തെ പ്രാവശ്യം എന്നെ ജയിപ്പിച്ച, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറയും. അത് ഇതിൻ്റെ ഉടമ്പടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നേർച്ച ഒന്ന് ചിലർ പറയും ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറയും. എൻ്റെ കാര്യത്തിലൊരു വിഷയത്തിൽ ഒരു തീരുമാനം വരുന്നതൊക്കെ മനസ്സിലായാൽ ഈ ഫ്രഷ് ഹാൻഡ്സ് പറയും ഞാൻ ഉടമ്പടി ആലപ്പുഴ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറയും. ചിലർ പറയും സാക്ഷ്യം പറയും. ഇത് രണ്ട് പറഞ്ഞാൽ അമ്മ ഏക്കും. അമ്മയ്ക്ക് രണ്ട് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഏക്കും. അച്ഛൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്മാർ വന്ന് സാക്ഷ്യം പറഞ്ഞാലുള്ള ഗുണം എന്താ? ഞാൻ ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ ധ്യാനിപ്പിക്കുമ്പോഴും അമേരിക്ക ധ്യാനിപ്പിച്ചപ്പോഴും ജർമ്മനിൽ നിന്ന് വന്ന അച്ഛന്മാരുടെ സാക്ഷ്യമാണ് കാണിക്കണം. അവിടെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അച്ഛന്മാരുടെ സാക്ഷ്യം കാണിക്കും. അപ്പം അച്ഛന്മാരുടെ സാക്ഷ്യം കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കണോ, ഞാനിപ്പോൾ ഉടമ്പടിയിലാണല്ലോ എന്നൊക്കെയുള്ള ചിന്ത ഉള്ള ആൾക്കാർ ഉടമ്പടിയെക്കുറിച്ച് ആഴമായ ബോധ്യം കിട്ടും അച്ഛന്മാരുടെ സാക്ഷ്യം കിട്ടിയാൽ. അപ്പം അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അച്ഛനിത് പറഞ്ഞോടുകൂടി മൂന്നാമത്തെ IELTS അച്ഛൻ പോകുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഈ പരീക്ഷ മാറും. ഒന്നും അച്ഛന് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാം. റീഡിങ് തെറ്റിപ്പോയി. കാര്യം ഇനി IELTS എഴുതേണ്ടി വന്നാലുള്ള ഭീതി കയറിയിട്ട് ഭയമായി, പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി, അത് ചോദിച്ചത് ഫിയറിങ് പോയി, റൈറ്റിംഗ് പോയി, ലോക ദുരന്തമായി അച്ഛൻ പുറത്തിറങ്ങി. ഇത്രയും അപ്പം അച്ഛൻ്റെ കൂട്ടുകാരെ വിളിച്ച് എങ്ങനെയുണ്ട് പരീക്ഷ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ജയിക്കുകയാണെങ്കിൽ 8ാമത്തെ ലോകാത്ഭുതമാവുന്ന 7 ലോകാത്ഭുതങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ജയിക്കുകയാണെങ്കിൽ
8ാമത്തെ ലോകാത്ഭുതമായിരിക്കും എന്ന് പറയും. അപ്പോൾ ഇത്രയും തകർന്ന് തരിപ്പണമായി ലോക തോൽവിയായ ഒരു പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ ജയിച്ച കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാം. അല്ലെങ്കിൽ അച്ഛൻ അത് കേൾക്കാൻ വേണ്ടി അമ്മ എത്തുന്നത്. ഈ മനുഷ്യനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാനാണ് അമ്മ 2 പ്രാവശ്യം തോൽപ്പിച്ചു കൊടുത്തത്. മനസ്സിലായേ? അതായത് എന്താ ഓൺലൈൻ ഉടമ്പടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. അവർക്ക് പത്രം കൈ കിട്ടണില്ലല്ലോ, അതാണ് വിഷയം. അപ്പം നിങ്ങൾ പത്രം കൈ കിട്ടുന്നില്ല, സുവിശേഷ വേല നടക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ രീതി വിശ്വാസ കൈമാറ്റത്തിന് കാര്യം ചെയ്യണം. അല്ല, ഞാൻ ഓൺലൈനിലല്ല ഉടമ്പടി എടുത്തത്, ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയാൽ മതിയല്ല എന്ന് കൈമനയായ മീൻ പിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഓരോ മനുഷ്യൻ വെള്ളം കോരിയും വെയിലേക്ക് വിറക് വെട്ടിയും കർത്താവിന് വേണ്ടി അപമാനം സഹിച്ചൊക്കെയാണ് ഇവിടെ ഒരു ദൈവ ഉടമ്പടി സുവിശേഷ സാക്ഷിയായി ജീവിക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അലക്കി തേച്ച ഉടുപ്പുമായിട്ട് അങ്ങനെ ഉടുപ്പ് ചുളിയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ഓൺലൈൻ ഉടമ്പടിക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം, അവരതിന് തക്ക രീതിയിലുള്ള സുവിശേഷ വേല. കൃപാസനം പത്രം എല്ലാ ഭാഷയിലും ഉണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കണം. ഇപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ പറയാം. 28 ഭാഷ പത്രങ്ങളുണ്ട്. കൊറിയൻ ഭാഷ വരെ കൃപാസനം പത്രമുണ്ട്. ചൈനീസ് ഭാഷയിലും നേപ്പാൾ ഭാഷയിലും പത്രമുണ്ട്. അപ്പോൾ എവിടെയെല്ലാം നിങ്ങൾ എവിടെയാണ് ലോകത്തിൻ്റെ സ്ഥലത്ത് ആയിരിക്കണത്, വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കണം. ഓൺലൈൻ ഉടമ്പടിക്കാർ അതാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവപദ്ധതി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇവിടുത്തെ റിസ്ക് എന്താ? ഉടമ്പടിയുടെ റിസ്ക് എന്താ? ഉടമ്പടിയുടെ റിസ്ക് നിങ്ങൾ ചെയ്യണതല്ല റിസ്ക്. നിങ്ങളുടെ ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറയണത് നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്ന റിസ്ക്. ഇതിൻ്റെ അത് ഭയങ്കര പാടാണ്. പറഞ്ഞാലും മനസ്സിലാകത്തില്ല, കേട്ടാലും മനസ്സിലാകത്തില്ല. ചെയ്ത് കാണിച്ചാലേ ദൈവത്തിന് മനസ്സിലാകത്തുള്ളൂ. ചെയ്ത് കാണിച്ചാലും മനസ്സിലാകത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. അതാണ് വിഷയം. ദൈവത്തിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ചില സമയത്ത് നമ്മുടെ മൊബൈൽ ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ വാർത്ത കേൾക്കുക അല്ലെങ്കിൽ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അപ്പുറത്ത് പോയി അടുക്കളയിൽ പോയിട്ട് മിക്സി ഒന്ന് അതിൻ്റെ വിസിലടിക്കണ കാരണം അടുക്കളയിൽ പോയിച്ചും അപ്പം അവിടെ നമ്മളാണ് പരിപ്പ് കഴുകിയില്ല, എന്നാൽ പരിപ്പ് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. പരിപ്പ് കഴിയപ്പോഴാണ് വിചാരിച്ചത് അയ്യോ മറ്റേതിന് മുളക് അരിഞ്ഞില്ലല്ലോ, എന്നാൽ മുളക് അരിഞ്ഞേക്കാമെന്ന് വിചാരിക്കും. അപ്പോഴേ ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റേ സാക്ഷ്യം തന്നത്തെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ആളനക്കം ഇല്ലെന്ന് കണ്ട ചില മൊബൈൽ അപ്പം തന്നെ സ്റ്റോപ്പാവും, ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പാവും. എന്നെ കാണാൻ ആളില്ലെന്ന് കണ്ടാൽ ഉടനെ മൊബൈൽ സെൻസ് ചെയ്യും. ഇപ്പം നമ്മൾ പറയണ പോലെ മൊബൈലിന് കേൾക്കാമല്ലോ. പുതിയ മൊബൈലെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം. ഇപ്പം നമ്മൾ അമേരിക്കയെ കുറിച്ച് പറഞ്ഞാൽ മൊബൈൽ അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കാൻ നോക്കും. നമ്മൾ ചോദിച്ചില്ല. നമ്മൾ ആസ്ട്രേലിയയിലെ കങ്കാരിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണത്. ആ സാധനം അത് കേട്ടോണ്ടിരിക്കുകയാണ്. AI-യുടെയൊക്കെ അവസ്ഥ അതാണ്. അത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആസ്ട്രേലിയയിലെ കങ്കാരിനെ കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിതല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയും. അത്രയും സെൻസിറ്റീവായിട്ടാണ് ഈ മൊബൈൽ മാറണേ ഇപ്പം. അപ്പം നമ്മളവിടെ ഈ ആളില്ലെന്നുണ്ടെന്ന് കണ്ടാൽ ഉടനെ ഓട്ടോമാറ്റിക് ഓഫ് ആവും. ആളില്ലല്ല, എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ, ഞാൻ തിളക്കണ എന്തിനാണ്ട് സാമ്പാർ തന്നെത്താൻ സ്റ്റവ് ഓഫ് ചെയ്യും. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന് ഇതിനേക്കാളും 10,000 പവറുള്ള സോഫ്റ്റ്വെയർ പോലെയാണ് ഈ പറയുന്നത്. നമ്മൾ ഉടമ്പടി ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണമെന്ന് നോക്കണം, വിശ്വാസത്തോടെയാണ് ചെയ്യണമെന്ന് നോക്കണം, നിങ്ങൾ സമർപ്പണത്തോടെ ചെയ്യണമെന്ന് നോക്കി. ഇതെല്ലാം ദൈവം സെൻസ് ചെയ്യും. എന്തെങ്കിലും ഉടായ്പിനത്തോണ്ട് ചുമ്മാ ജോലി കിട്ടാൻ വേണ്ടി ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി എന്ത് കാട്ടിക്കിട്ടി ഒപ്പിച്ചുണ്ടാക്കി ദൈവത്തിൻ്റെ ബോധം കെടുത്തി കണ്ണിൽ പൊടിയിടുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം സ്റ്റോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ സത്യസന്ധമായിട്ടും വളരെ ഒരു ആറ്റോമിക് വെയിറ്റിൽ പോലും ഭയങ്കര സത്യസന്ധമായ ഒരു നടപടിയാണ് അവിടുത്തെ ഭാഗം. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവമായിട്ട് നമ്മൾ ബുദ്ധിപൂർവം വ്യക്തിപൂർവം നമ്മൾ ദൈവത്തോട് സൂക്ഷ്മതയോടെ സത്യസന്ധതയോടെ സമർപ്പിതമായിട്ടാണ് ഇടപെടുന്നത്. ഹോൾ പേഴ്സൺ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ് എന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയാതെ തന്നെ സ്പീഡപ്പ് ആകും. ഈ അച്ഛൻ എന്താ പറഞ്ഞത്, എനിക്ക് ഇത് ഏറ്റവും ദുരന്തമായ ഒരു പരീക്ഷ ഞാൻ എഴുതിയത്, പക്ഷേ ഞാൻ എങ്ങാനും ഇത് ജയിച്ചാൽ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും. അപ്പം എന്നിട്ട് എല്ലാം ദുരന്തമാണ്, തോക്കുന്നത് ഉറപ്പാണ്, അച്ഛനെ അറിയാമെല്ലാം. പക്ഷേ ആകസ്മികമെന്നല്ല, അമ്മ ഇടപെട്ടിട്ട്
അച്ഛൻ ഈ പരീക്ഷയ്ക്ക് ജയിക്കും. ആ അച്ഛനാണ് വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സാക്ഷ്യം പറയണത്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കണം, ഞാനിത് ആദ്യമേ ഉടമ്പടിയിൽ എഴുതിയിട്ട് നിയോഗ ഉടമ്പടി ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഈ സെമിത്തേരി പ്രശ്നം ഇത്രയും അത് നടക്കും, ഇത്രയും ലാഗ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ലാഗിങ് ഒരു പ്രോബ്ലമാണ്, ലാഗിങ് ഒരു പ്രോഗ്രാമാണ്. കാര്യം അമ്മ എന്നോടല്ലേ ഉടമ്പടി തന്നത്, വിജയകുമാറിനോട് എഗ്രിമെൻ്റ് എന്നേ പറഞ്ഞോളൂ. അത് ഞാനവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്താണ്? വിജയകുമാർ വിചാരിക്കും പുള്ളി ബിസിനസ്സിൽ ഗവൺമെൻറ്റുമായിട്ട് കുറേ എഗ്രിമെൻ്റ് ഉള്ളതാണ്, അത് വല്ല എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കും, ബിസിനസ് എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു ഉടമ്പടി കണ്ടൻ്റ് ഉണ്ട്, അമ്മ അതാണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. ഞാനത് സെൻസ് ചെയ്ത് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 100 പേജുള്ള പുസ്തകമാണ് അമ്മ പറഞ്ഞു തന്നത്. 100 പേജുള്ള. ഇത് ജോമോളിൻ്റെ റോളുണ്ട്. ജോമോൾ അതിൻ്റെ വചനങ്ങളെല്ലാം നോക്കിയെടുത്ത് അതിൻ്റെ കാറ്റഗിസം ഓഫ് ദി ചർച്ച് നോക്കിയെടുത്ത് അതിനെ ഫില്ല് ചെയ്ത് ബാക്ക് ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ആൾക്കാരെല്ലാം ഇതിനോട് പരോക്ഷമായ രീതിയിൽ ഉടമ്പടിയെ പുറത്തുനിന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, ഇത്രയും ആയിരക്കണക്കിന് മനുഷ്യർ ഈ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ മെസ്സേജ് ഞാൻ സ്വീകരിച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കണ്ട് എനിക്കെന്തിനാണ് ഉടമ്പടി? അമ്മ ആരും പറയാതെ വന്ന് സന്ദർശിച്ച ആളല്ലേ ഞാൻ, 1 അല്ല 2 പ്രാവശ്യം. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ എന്നെ കണ്ടതല്ലേ, അപ്പോൾ എന്നെ അമ്മ കണ്ട് വിലയിരുത്തിയിട്ടല്ലെങ്കിൽ ആരും പറയാതെ വന്ന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് മെസ്സേജ് പറയുക. സമയം കഴിക്കാതെ നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ചു. ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഇന്ന് വരെ അമ്മ പ്രത്യക്ഷപ്പെട്ട 120 സന്ദേശങ്ങൾ പ്രത്യക്ഷീകരണേക്കാൾ ടോപ്പാണ്. ഇതുപോലെ ഒരു പ്രത്യക്ഷീകരണം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ സഭ പഠിക്കണൊരു കാലമുണ്ട്. അതുകൊണ്ടാണ് സഭ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ദൈവം അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രതിഫലനമായി നിറവേറാൻ ഇടയാകട്ടെ എന്ന് 10,000 മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അപ്പോഴാണ് അമ്മ ഈ ഉടമ്പടി തരണത്. അപ്പോൾ ഉടമ്പടി തരുമ്പോൾ ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തുമാത്രം ലക്ഷക്കണക്കിന് മനുഷ്യരല്ല കുടുംബം രക്ഷപ്പെട്ടിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ ഇത്രയും ഇത് മുഴുവനും ഉടമ്പടിയുടെ ദൈവം ഉപയോഗിച്ച ഒരു അപ്പനായിക്കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് പ്രഥമ സാക്ഷിയായിക്കൊണ്ട് ഞാൻ പ്രഥമ സാക്ഷി എന്ന് പറയാൻ കാര്യം ഇന്ന് എന്തുമാത്രം ആൾക്കാരുടെ മാതാവിനെ കാണുന്നത്, ഉടമ്പടി എടുത്തവർ എന്തുമാത്രമാണ് സഞ്ചാരി മാതാവിനെ കാണുന്നത്, എന്തുമാത്രം ആൾക്കാർക്കാണ് മാതാവിൻ്റെ ദർശനം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഥമ സാക്ഷി എന്ന് ഞാൻ പറയും. ഈ പ്രഥമ സാക്ഷി എന്തിനാണ് അമ്മയോട് പറഞ്ഞാൽ പോരെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്യണത് നീ എന്ത് കൃപയിലാണോ ആയിരിക്കണത് അത് കൃപയുടെ അവസാന വാക്കല്ല എന്നാണ് ദൈവത്തിൻ്റെ ഒരു നയം. നിനക്കിതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യണത് വലിയ പ്രതിഫലങ്ങളാണ്. ഈ വലിയ പ്രതിഫലങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം നമ്മൾ കാണാം. പക്ഷേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം ടൈം ഷോർട്ടനിങ് ഉണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്, പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ സംവേദനമുണ്ട്, ദൈവത്തിൻ്റെ സുഗന്ധമുണ്ട്. ഇങ്ങനെ കുറേ കാര്യം നോട്ട് ബൈ നമ്മുടെ മെരിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉടമ്പടിയല്ലാതെ വേറെ മാർഗമില്ല. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ഇവരുടെ പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Shwe aradhana, shwe dane mahat 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 mahat. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Shwe ജീവിത ദുരിതങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ
കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥയെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അങ്ങയുടെ അവകാശം ഓഹരിയാകുന്ന തിരുസഭയുടെ മുമ്പിലെ കർത്താവേ, ഞാൻ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നു. ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവിടെ മാരക രോഗങ്ങൾ, അവിടെ വേദനകൾ, ജീവിത ദുരിതങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗ ദുരിതങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധരേ, പരമോന്നത യേശുവേ, അണയുന്നു തിരുമുൻപിൽ അലിവോടെ നോക്കണമേ. ആരാധ്യരേ, പരിശുദ്ധരേ, പരമോന്നത യേശുവേ, അണയുന്നു തിരുമുൻപിൽ അലിവോടെ നോക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആഴ്ചയിൽ ഓപ്പറേഷന് നിശ്ചയിച്ചിരിക്കുന്നവരെ അവിടെ ഓപ്പറേഷൻ സുഖമായി നടക്കാൻ വേണ്ടി ചിലക്ക് സ്കാൻ ചെയ്യുമ്പോഴേ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനത് ബോധ്യപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ നടക്കുന്ന ഉടമ്പടി എടുത്തവരുടെയും അല്ലാത്തവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെയും എല്ലാ ഗർഭിണികളുടെയും സുഖപ്രസവങ്ങൾ, ഈ ആഴ്ചയിൽ വീടിന് കല്ലിടുന്നവർ, ഈ ആഴ്ചയിൽ പ്രവേശന പരീക്ഷ എഴുതുന്നവർ, ഈ ആഴ്ചയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവർ, ഈ ആഴ്ചയിൽ നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവർ, അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ ജീവിതം പച്ചപിടിച്ച് വരുവാൻ പരിശുദ്ധ ദേവമാതാവിന് മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവന മാർഗങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തൊഴുത്തുകൾ, കടകൾ, ചെറുകിട വ്യാപാരങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ, വൻകിട വ്യാപാരങ്ങൾ കൊണ്ട് വലിയ കടങ്ങളിൽ വിഷമിക്കുന്നവർ, വസ്തു ജപ്തി ചെയ്ത് നേരിടുന്നവർ, വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഭൂമി തരം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിദേശത്ത് പോകുന്നതിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തിരിച്ചു വരാനുള്ള തടസ്സങ്ങൾ മാറാൻ, സാമ്പത്തിക ബാധ്യത കൊണ്ട് സമാധാനം പോയവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച, കേസുകൾ, വഴക്കുകൾ, മാനസിക അകൽച്ചകൾ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, എങ്ങനെ അത് പരിഹരിക്കും, ആര് പരിഹരിക്കും എന്നറിയാൻ പോലെ ജീവിതം ഭാരപ്പെട്ട് ഉറക്കമില്ലാതെ പ്രഷർ കയറി ഭക്ഷിക്കാനും പാനം ചെയ്യാനും താല്പര്യമില്ലാതെ തളർന്നു കുത്തി നടക്കുന്നവർ, ഒടിഞ്ഞു മടങ്ങി മനസ്സിനെ ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദന അനുഭവിക്കുന്നവർ, മാതാവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വേദനകളെ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നതിനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം കർത്താവിന് തിരുമുറപാടുന്ന വലതുകരം ആണിപ്രധാന അനുഗ്രഹകരം കർത്താവെ അടുപ്പിടൽ പോലെ വൈദ്യാഘാതം പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അവരുടെ ജീവിത നിവാരങ്ങളുടെ മേലും ജീവിത വ്യാപാരങ്ങളുടെ മേലും യാത്രകളുടെ മേലും കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകട്ടെ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകട്ടെ. കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ തടസ്സങ്ങളും ജീവിത രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.